തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായ തിരിച്ചടിയാണ് LDFന് ഉണ്ടായിട്ടുള്ളത്. ഈ സംബന്ധിച്ച് വിശദമായ പരിശോധന എല്ലാ തലത്തിലും നടത്തി ആവശ്യമായ തിരുത്തലുകൾ വരുത്തുമെന്നാണ് റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം തന്നെ പറയാനുള്ള കാര്യം. അത്തരത്തിലുള്ള തിരുത്തലുകൾ വരുത്തിക്കൊണ്ട് തിരിച്ചടികളെ അതിജീവിച്ച അനുഭവം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടുതാനും. ഈ വലിയ വിജയം UDFന് സമ്മാനിച്ച കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളോടും ഞങ്ങൾക്ക് വലിയ കടപ്പാടുണ്ട്. ഞാൻ അവരോട് ഹൃദയം നിറഞ്ഞ നന്ദി പ്രകാശിപ്പിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിലെ അജണ്ട ഉണ്ടാക്കിയത് പ്രതിപക്ഷമാണ്. പ്രതിപക്ഷം മുന്നോട്ട് വെച്ച അജണ്ടയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ച ചെയ്യപ്പെട്ടത്. ഞാൻ അതൊക്കെ വാക്കു പറഞ്ഞതല്ലേ. UDFന് തിളക്കമാർന്ന വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും. കിട്ടിയ ഒരു മുന്നേറ്റം അത് കറക്റ്റാണ്. അവർക്ക് നല്ലൊരു ആന്റി ഇൻകംബൻസി വോട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നത് അതൊരു ടെമ്പററി ഫിനോമിനനാണ്. ഇനി വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷനിൽ ആരാണ് വികസനം ചെയ്യാൻ പോകുന്നത്, ആരാണ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നത്, അത് ജനങ്ങൾ തീരുമാനിക്കും. നമസ്കാരം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ അന്തിമ ഫലം പുറത്താകുമ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ അത് സൃഷ്ടിച്ച ഓളങ്ങൾ എന്താണ്? സംസ്ഥാന സർക്കാരിന് എതിരായ 18 അടവും പ്രതിപക്ഷം പയറ്റി തീർത്ത് കഴിഞ്ഞു. സർക്കാരിൻ്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ജനം ഈ തെരഞ്ഞെടുപ്പിലൂടെ മറുപടി നൽകി കഴിഞ്ഞു. പതിറ്റാണ്ടുകളായി LDF കൈവശം വെച്ചിരുന്ന ഗ്രാമപഞ്ചായത്തുകളിൽ പോലും അപ്രതീക്ഷിതമായി UDF മുന്നേറ്റമുണ്ടാക്കുമ്പോൾ ഇതൊരു പ്രാദേശിക ഭരണവിരുദ്ധ വികാരമായി വിലയിരുത്തപ്പെടാത്തത് എന്തുകൊണ്ടാണ്? വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മാറ്റത്തിൻ്റെ വ്യക്തമായ സൂചനകളായി വിലയിരുത്താൻ ആകില്ല എങ്കിലും LDF തെരഞ്ഞെടുപ്പ് ഫലത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നാണ് പരിശോധിക്കേണ്ടത്. സംസ്ഥാന സർക്കാരിന് തുടർച്ചയായ 3ാം അവസരം ചോദിക്കാനൊരുങ്ങുന്ന LDFനും പ്രതിസന്ധികൾ നിറഞ്ഞു നിൽക്കുന്ന UDF NDA മുന്നണികൾക്കും ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന പാഠങ്ങൾ എന്താണ്? തലസ്ഥാനത്ത് ഒരു മേയർ സ്ഥാനവും പലയിടത്തും വോട്ട് ശതമാനവും വർദ്ധിപ്പിച്ചു എന്ന് പറയുന്ന BJPയെ യഥാർത്ഥത്തിൽ വിജയതിലകം അണിയിച്ചത് കോൺഗ്രസിൻ്റെ പാളിയ തന്ത്രങ്ങൾ കൊണ്ടാണോ? ശബരിമല മുതൽ രാഷ്ട്രീയ ധാർമ്മികത വരെയുള്ള വിഷയങ്ങൾ ചർച്ചയായ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവരുടെയും പരാജയപ്പെട്ടവരുടെയും തന്ത്രങ്ങൾ ജനം കണ്ടത് എങ്ങനെയാണ്? ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ലക്ഷ്യം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞു തീർത്ത വിഷയങ്ങൾക്കപ്പുറം പുതിയ വിഷയങ്ങൾ തേടേണ്ട പ്രതിസന്ധിയിലാണോ ഇപ്പോൾ പ്രതിപക്ഷം? അതോ ഈ വിജയം അവർക്ക് കൂടുതൽ ആത്മവിശ്വാസം ശരിക്കും നൽകുന്നുണ്ടോ? ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുമ്പോൾ ഇന്ന് ചർച്ചയിൽ ചേരുന്നവർ: CPIM നേതാവ് ഡോക്ടർ VPP മുസ്തഫ, കോൺഗ്രസ് നേതാവ് പ്രൊഫസർ റോണി കെ ബേബി, BJP വക്താവ് അഡ്വക്കേറ്റ് കൃഷ്ണദാസ്, ഇടത് നിരീക്ഷകൻ അഡ്വക്കേറ്റ് N ലാൽകുമാർ എന്നിവർ. ഏറ്റവും ആദ്യം അഡ്വക്കേറ്റ് N ലാൽകുമാറിലേക്കാണ് പോകുന്നത്. ലാൽകുമാർ, ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജയപരാജയങ്ങൾ ഇപ്പോൾ പല രീതിയിൽ പുറത്തേക്ക് വിശകലനം ചെയ്യപ്പെടുന്നുണ്ട്. അത് ഒരു അപ്രതീക്ഷിത തിരിച്ചടിയാണെന്ന് LDF, CPIM ഇതിനകം തന്നെ തുറന്ന് പറഞ്ഞു കഴിഞ്ഞു. അത് ഏതാണ്ട് ശരിയാണെന്നുള്ളതും നമുക്കറിയാം. ഇത് പ്രാദേശിക തെരഞ്ഞെടുപ്പാണ്. ഇതെന്തു തന്നെ സംഭവിച്ചാലും LDFന് വലിയ പരിക്കുകൾ ഉണ്ടാക്കില്ല. എത്ര കുറഞ്ഞാലും അതിനൊരു പരിധിയുണ്ട്. ഇതൊക്കെ എല്ലാവരും വിശകലനം ചെയ്തൊരു തെരഞ്ഞെടുപ്പിൽ ആണ് ഇപ്പോൾ ഗോവിന്ദമാഷ് തന്നെ ഇത് അപ്രതീക്ഷിത തിരിച്ചടിയാണെന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഇപ്പുറത്ത് സ്വാഭാവികമായി UDFന് അനുകൂലമാകും.
അത് BJP കുറച്ച് സീറ്റുകൾ ഉണ്ടാക്കി കൊടുക്കും എന്നതിനപ്പുറം ഇതൊരു UDFനെ ജനം ആവേശത്തോടെ പുണർന്ന BJPയെ വല്ലാതെ പലയിടത്തും സ്വീകരിച്ച ഒരു അനുഭവം ആണോ ഈ തെരഞ്ഞെടുപ്പ് ഫലം? താങ്കൾ എങ്ങനെ വിശകലനം ചെയ്യുന്നു? ആപേക്ഷികമായ ഒരു അഭിപ്രായം പറയാൻ, അല്ലെങ്കിൽ കോൺഗ്രസുമായിട്ടോ BJPയുമായിട്ടോ കമ്പയർ ചെയ്ത് ഒരു അഭിപ്രായത്തിലേക്ക് നമുക്ക് അടുത്ത ഘട്ടത്തിലെത്താം. അതിനു മുമ്പ് ഇതെന്താണ് ഇങ്ങനൊരു പരാജയം എന്നുള്ളതിനെക്കുറിച്ച് ഒരു പ്രശ്നം നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞതുപോലെ, ഗോവിന്ദ മാസ്റ്റർ അല്ലെങ്കിൽ മറ്റ് നേതാക്കന്മാർ പറഞ്ഞതുപോലെ ഒരു വ്യക്തതയില്ലാത്ത ഒരു കാര്യം നമ്മുടെ മുന്നിലുണ്ട്. എന്തുകൊണ്ടിത് സംഭവിച്ചു എന്നുള്ളത്. ആ എന്തുകൊണ്ടിത് സംഭവിച്ചു എന്നുള്ളത് കോമ്രേഡ്സിനോട് അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് ചേർന്ന് നിൽക്കുന്ന സഹയാത്രികരോട്, ഇതൊന്നുമല്ലാതെ ന്യൂട്രലായിട്ട് നിൽക്കുന്ന ആൾക്കാരോട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു ബാധ്യത ആ മുന്നണിക്കുണ്ട്. അതിൽ നിന്ന് നമുക്ക് ഒളിച്ചോടി പോകാൻ കഴിയില്ല. ഇപ്പോൾ കോൺഗ്രസ് ജയിച്ചതാണോ തോറ്റതാണോ എന്നുള്ളതൊക്കെ, അല്ലെങ്കിൽ BJP ജയിച്ചതാണോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. നമ്മൾ തോറ്റു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിൽ നിന്ന് നമുക്ക് ഒളിച്ചോടാൻ കഴിയുന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൽ നിന്ന് നമ്മൾ എന്തൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞാലും ആ എക്സ്പ്ലനേഷൻ നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടിയേ പറ്റൂ. നോക്കൂ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ, ഇടത് രാഷ്ട്രീയത്തെ മാത്രം സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ആൾക്കാരിൽ ഒരാളാണ് ഞാൻ. പക്ഷേ ഇത് ഇങ്ങനൊരു വിഷയം ഇങ്ങനെ ഉരുത്തിരിഞ്ഞു വന്നതിൽ, ഈ പറയുന്ന ഒരു വലിയ തോൽവിയിലേക്ക് വന്നതിൻ്റെ കാരണം വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. സംഘടനാപരമായി അല്ലാതെ രാഷ്ട്രീയപരമായി ഇത് പരിഹരിക്കപ്പെടേണ്ടതാണോ? നോക്കൂ, BJPയുടെ വളർച്ച വലിയ തോതിലാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നമ്മളിപ്പോൾ കാണുന്നതല്ല, പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് തൊട്ടേ കാണുന്നതാണ്. 2019 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ വലിയ തോൽവി ഉണ്ടായ ശേഷം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പം മുന്നോട്ട് ഉള്ള യാത്ര CPIMൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ നല്ല യാത്രയായിരുന്നു. കാര്യം നമ്മൾക്ക് നഷ്ടപ്പെട്ട വോട്ട് പരിഹരിക്കാനും യഥാർത്ഥത്തിൽ ജനത്തിനെ കോൺഫിഡൻസിലെടുത്ത് പഞ്ചായത്ത് ഇലക്ഷനിൽ വലിയ വിജയം നേടാനും കഴിഞ്ഞു. അത് കഴിഞ്ഞ് നിയമസഭയിലാണെങ്കിലും വലിയ വിജയം നേടാനും കഴിഞ്ഞു. ആ പാറ്റേൺ ഇവിടെ ഫോളോ ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതൊരു പ്രശ്നമാണ്. നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മൾ, അല്ലെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പം ഒരു വലിയ വ്യത്യാസം, അല്ലെങ്കിൽ സാധാരണ നമ്മുടെ അടിസ്ഥാന വോട്ടുകൾ നമ്മളിലേക്ക് തിരിച്ചു വരികയും പാർലമെൻറ്റിൽ മോഡിയെ ഒഴിവാക്കാനായിട്ടുള്ള വോട്ടുകളാണ് സാധാരണ ചെയ്യുക. അതിനകത്ത് ആ അഭിപ്രായത്തിൽ എനിക്ക് ഒരു വ്യത്യാസം ഇപ്പോഴുമില്ല. ആ വോട്ടുകൾ, പോയ വോട്ടുകൾ, അല്ലെങ്കിൽ CPM അല്ലെങ്കിൽ BJPയെ അവോയ്ഡ് ചെയ്യാനുള്ള വോട്ടുകൾ നമ്മളിലേക്ക് തിരിച്ചു വരുന്ന ഒരു പ്രക്രിയയിൽ അത്രത്തോളം തിരിച്ചു വന്നിട്ടില്ലാത്ത ഒരു പ്രശ്നം നമുക്കിവിടെ കാണാൻ കഴിയും. അത് ത്രൂ ഔട്ട് കേരളം നമുക്കത് കാണാൻ കഴിയും. തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ അഭിമാനാർഹമായ ഒരു വിജയം നമ്മൾ നേടും എന്ന് തന്നെയാണ് ആദ്യം തൊട്ട് നമ്മൾ കരുതിയിരുന്നത്. പക്ഷേ CPM കോൺഗ്രസും കൂടെ ചേർത്ത് വെച്ച് കിട്ടുന്ന സീറ്റിനെക്കാട്ടിലും കൂടുതൽ BJPക്ക് പെർഫോം ചെയ്യാൻ പറ്റി എന്നുള്ളത്, അവരെന്ത് രാഷ്ട്രീയം, ശരിയായ രാഷ്ട്രീയം പറയുന്നു തെറ്റായ രാഷ്ട്രീയം പറയുന്നു എന്നുള്ളതല്ല, ആ രാഷ്ട്രീയത്തിന് അക്സെപ്റ്റൻസ് വരുന്നു എന്നുള്ളത് ഗൗരവമായി കാണേണ്ട ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അത് ചെറുതായി കാണും. കാര്യം വർഗീയതയെ ഏറ്റവും കൂടുതൽ എതിർക്കുകയും അത് മാറ്റി നിർത്തപ്പെടേണ്ടതാണെന്ന് പറയുകയും ചെയ്യുന്ന ആ സമൂഹത്തിന് തോൽവി നേരിടേണ്ടി വരുന്നു എന്നുള്ളതൊരു ചെറിയ കാര്യമല്ല. അപ്പം BJPയുടെ കേരളത്തിലെ ഇൻട്രോട്സ് നമുക്ക് നെഗേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാര്യം അത് നമ്മുടെ വോട്ടുകളെ ബാധിക്കുന്നു, നമ്മൾ പറയുന്ന രാഷ്ട്രീയത്തെ ബാധിക്കുന്നു എന്നുള്ളത് അടുത്ത ഒരു വശം. പിന്നെ നോക്കൂ, ഓരോ വിഷയമെടുത്താൽ നമുക്ക് പല പല കാര്യങ്ങൾ പറയാം. അപ്പോൾ പാറ്റേൺ ഓഫ് വോട്ട് എന്ന് പറയുന്നത് മാറിയിട്ടുണ്ടെന്നുള്ളത് ഗൗരവമായി ചർച്ച ചെയ്ത് അതിന് കാരണം എന്താണ്, എങ്ങനെയാണ് ഈ ജനങ്ങളെ നമ്മൾ പറയുന്ന ശരിയായ രാഷ്ട്രീയം പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്, നമ്മൾ പറയുന്നത് ശരി, ആ ആശയം ജനങ്ങളിലേക്ക് എത്തണം. അത്രത്തോളം ആശയം എത്തുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. നോക്കൂ, കേരളം ഉണ്ടായ ശേഷം, അല്ലെങ്കിൽ കേരളത്തിൻ്റെ രൂപീകരണ ശേഷം, സംസ്ഥാനമായി മാറിയതിന് ശേഷം വന്നിട്ടുള്ള ഏറ്റവും നല്ല 2 സർക്കാരുകളായിട്ട് വ്യക്തിപരമായി ഞാൻ വിലയിരുത്തുന്ന സർക്കാരാണ് കഴിഞ്ഞ 2 സർക്കാരുകൾ. അതിൽ വലിയ വികസനം, സാധാരണ വികസനത്തിനെക്കാട്ടിലും വലിയ വികസനം സംസ്ഥാനത്ത് നടന്നു എന്നുള്ളത് കൺമുന്നിൽ കാണാൻ പറ്റുന്നൊരു കാര്യമാണ്. അത് ജനങ്ങൾക്ക് അറിയുകയും ചെയ്യാം, ജനങ്ങളത് അക്സെപ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. നോക്കൂ, എത്ര വികസനം നടന്നു എന്നുള്ളത്. ക്ഷേമ പെൻഷൻ്റെ കാര്യമാണ്. ഓരോ കാര്യം എടുത്താലും നമുക്ക് ജനങ്ങളിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പം അത് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പൊളിറ്റിക്കൽ ആസ്പെക്റ്റിലേക്ക് നമുക്ക് എങ്ങനെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇത് പറഞ്ഞ, അല്ലെങ്കിൽ ഇമോഷണലി ഡ്രിവണായിട്ട് പറഞ്ഞ ആൾക്കാർ വിജയിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു, പ്രവർത്തിക്കാതെ മാറി നിന്നവർ വിജയിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു, നമ്മൾ പറയുന്ന രാഷ്ട്രീയം ശ്രദ്ധിക്കാതെ പോകുന്നു. അങ്ങനെ ഒരു അന്തരീക്ഷം വരാൻ പാടില്ല എന്നുള്ളതും നിർബന്ധമായും സംഘടനയിൽ മേളിലിരിക്കുന്നവർ,
അത് പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്, പരിശോധിക്കേണ്ട കാര്യമാണ്. ഇപ്പം എനിക്ക് വിട്ടിരുന്ന് പറഞ്ഞാൽ മാത്രം പറ്റൂ, എനിക്കതിനകത്ത് പ്രവർത്തിക്കാൻ പറ്റില്ല. ആ പ്രവൃത്തി നടത്തേണ്ടത് സംഘടനയെ ചലിപ്പിക്കാൻ പറ്റുന്ന, സംഘടന താഴേക്കിടയിലേക്ക് വരെ മെസ്സേജ് എത്തിക്കാൻ പറ്റുന്ന സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന സെക്രട്ടേറിയറ്റോ അല്ലെങ്കിൽ സംസ്ഥാന സമിതിയോ ഒക്കെ സംസ്ഥാന ഭാരവാഹികളാണ് അതിനകത്തൊരു തീരുമാനം എടുക്കുന്നത്. അങ്ങനൊരു തീരുമാനം വലുതായി വരണം. പിന്നെ ഈ പറയുന്ന ഒരു കാര്യം കൂടെ വളരെ ഗൗരവത്തോടുകൂടി ഞാൻ പറയുന്നതാണ്. എനിക്ക് എല്ലാ നേതാക്കന്മാരോടും വ്യക്തിപരമായ വലിയ സ്നേഹവും, കാര്യം ആ വ്യക്തിപരമായ നേതാക്കളോടുള്ള സ്നേഹം എന്നത് ആശയപരമായ CPM-നോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് വരുന്നത്. അത് അങ്ങനെയാണ് നോർമൽ കോഴ്സിൽ വർക്ക് ചെയ്യുന്നത്. ഒരു സാധാരണഗതിയിൽ പലപ്പോഴും ഞാൻ കാണുന്ന ഒരു വിവാദപരമായ ഒരു പ്രശ്നം വരുമ്പം ആ ചാടിക്കേറി നേതാക്കന്മാർ ചിട്ടയില്ലാതെ അഭിപ്രായം പറയുന്നു എന്നൊരു തോന്നൽ സഖാക്കന്മാരുടെ ഇടയ്ക്കും പൊതുസമൂഹത്തിനിടയ്ക്കും ഉണ്ട്. പലപ്പോഴും നമ്മൾ കാണാറുള്ളതാണ്, ഇത് നമുക്ക് ചേരുന്നൊരു അഭിപ്രായമല്ലല്ലോ എന്ന് തോന്നി അത് തിരുത്താനായി നമ്മൾ ഓടി നടക്കേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട്. അങ്ങനെയല്ല സാധാരണഗതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം നടന്നിട്ടുള്ളത്. മുഖ്യമന്ത്രിയാണെങ്കിൽ പോലും വളരെ കാലിബ്രേറ്റഡ് ആയിട്ട് അഭിപ്രായം പറയുന്ന ഒരാളാണ്. ഒരിക്കലും ഒരു സ്ലിപ്പ് ഓഫ് ടങ് ഉണ്ടാകാതെ സംസാരിക്കുന്ന ആൾക്കാരുടെ ഒരാളാണ് മുഖ്യമന്ത്രി. ഞാനതിനെ റോൾ മോഡലായിട്ട് തന്നെ കണക്കാക്കുന്ന ഒരാളാണ്. പക്ഷേ സംഭവിക്കുന്നത് എന്താണ്, മറ്റാൾക്കാർ എനിക്ക് വ്യക്തിപരമായി തോന്നുന്നൊരു കാര്യമാണ്. നോക്കൂ, ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം എന്നെ കേൾക്കുന്നവർക്കറിയാം. പക്ഷേ ഇതും വെളിയിൽ വരണമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അതും ആരേലും ഒരാൾ പറയണം എന്നുള്ളത് കൊണ്ട് തന്നെ പറയുന്നതാണ്. ആരേലുമൊക്കെ എന്നെ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പം അഭിപ്രായം പറയുന്ന ആൾക്കാർ, നേതാക്കന്മാർ പല ആൾക്കാരും അഭിപ്രായം പറയുമ്പം അത് ഇടത് രാഷ്ട്രീയവുമായിട്ട് ചേർന്നതോ നമുക്ക് ഗുണപ്രദമല്ലാത്ത ഒരു അഭിപ്രായം പല മേഖലകളിൽ നിന്നും നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും തന്നെ വരുമ്പം നമുക്കത് ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. ഇത് വെച്ചാൽ പാർട്ടി പ്രവർത്തനം എന്ന് പറയുന്ന കാര്യം നടത്തിയിട്ടില്ലാത്ത കമ്മ്യൂണിസ്റ്റ് ആശയം അറിയാവുന്നവർക്ക് പോലും ഇത് തെറ്റിപ്പോയല്ലോ എന്ന് തോന്നുന്ന ഒരു സാഹചര്യവും പലപ്പോഴും കടന്നു വരാറുണ്ട്. ഞാൻ അതിനകത്ത് ഒന്നിടപെടുന്നത്, താങ്കളത് വിശദീകരിച്ചത് കൊണ്ട് ഞാൻ ഒന്നിടപെട്ട് പറയുന്നത്, ഇപ്പോൾ ഇതിനകത്ത് താങ്കൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്ക് വ്യക്തമായില്ല. പക്ഷെ എന്നാൽ പോലും ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഇന്ന് വന്ന ഫലം താങ്കൾ ഈ പറഞ്ഞ ഒരു വ്യക്തമാകാത്ത ഞാൻ വ്യക്തമാക്കി തരാം. അല്ല, അത് ഞാൻ താങ്കൾ തന്നെയാണ് വരുന്നത്. ആ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ലല്ലോ. താങ്കൾ പറഞ്ഞ അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ ഒരുപക്ഷെ പാർട്ടി പരിശോധിക്കും, തിരുത്തും എന്നൊക്കെ ഇന്ന് ഗോവിന്ദ മാഷ് ഉൾപ്പെടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ആ ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ എൻ്റെ ഒരു ചോദ്യം, നമുക്ക് ചർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ വേണ്ടി താങ്കളോട് ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് ചോദിക്കുന്നത്, താങ്കൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ ഞാൻ അടുത്ത ഒരു ചോദ്യം കൂടി വയ്ക്കുന്നത് ഇതാണ്. സ്വാഭാവികമായ ഒരു തിരിച്ചടിയല്ല, ഒരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അത് LDF പ്രതീക്ഷിക്കാത്തതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെയല്ല ഒരു റിസൾട്ട് ഉണ്ടാകേണ്ടത് എന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന ചർച്ചകളിൽ നമ്മളൊക്കെ തന്നെ ആ ചർച്ചകളിൽ ഇരുന്ന് നമ്മൾ പറഞ്ഞതാണ്. ജനങ്ങൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു തിരിച്ചടി നൽകിയത് എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. പക്ഷേ അതേസമയം അതിൻ്റെ ആപേക്ഷികമായിട്ടുള്ള അപ്പുറത്ത് അതിൻ്റെ തന്നെ കൃത്യമായ ട്രാൻസ്ലേഷനിൽ വരാൻ സാധ്യതയുള്ള ഒരു കണക്കാണോ UDFന് കിട്ടിയ ഈ നേട്ടം? UDFൻ്റെ നേതാക്കൾ പറഞ്ഞത് കേട്ടല്ലോ, വലിയ വിജയം ഞങ്ങൾക്ക് സമ്മാനിച്ചു എന്നാണ്. അങ്ങനെ ഒരു സമ്മാനിക്കൽ ജനം UDFന് നടത്തിയതാണോ, അതോ UDFനുണ്ടായ തിരിച്ചടി അവർക്കാണ് ആ വോട്ടുകൾ വന്നത് എന്നതുകൊണ്ട് അവർ വിജയിച്ചു എന്നുള്ളത് മാത്രമാണോ? അത് BJPക്കും അങ്ങനെ തന്നെയാണോ? അതിനൊരു വിശദീകരണം വേണമല്ലോ. അതെ, ഞാൻ ആദ്യം പറഞ്ഞത് നോക്കൂ, ഞാൻ വ്യക്തതയോട് തന്നെയാണ് പറഞ്ഞത്. ഞാൻ ആദ്യം പറഞ്ഞെന്താ, BJPയോ കോൺഗ്രസിനെയോ ഫാക്ടർ ആക്കിക്കൊണ്ട് ഞാൻ ആദ്യം സംസാരിക്കാതെ നമ്മുടെ ഒരു പ്രശ്നം ഞാൻ സൂചിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മറ്റേ പ്രശ്നം അവരങ്ങ് രക്ഷപ്പെട്ടു എന്നൊരു അഭിപ്രായം എനിക്കില്ല. അതാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ അടിസ്ഥാനപരമായ രാഷ്ട്രീയത്തിൽ നിന്നുള്ള ചിന്തയ്ക്കകത്ത് എനിക്കൊരു സംശയമില്ല. കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് വലിയൊരു കൺസോൾട്ടേഷൻ ഒരു സൈഡിലേക്ക് ഉണ്ടായിട്ടുണ്ട്. അത് ഭരണവിരുദ്ധ വികാരം എന്നുള്ള രീതിയിൽ വലിയ രീതിയിൽ ഞാൻ അതിനെ കാണുന്നില്ല എന്ന് തന്നെ ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നത്. കാര്യം ഭരണവിരുദ്ധ വികാരം ഉണ്ടാകത്തക്ക രീതിയിലുള്ള കാര്യങ്ങളല്ല ഇവിടെ വർക്ക് ചെയ്തിരിക്കുന്നത്. അതിനുപരി ഇവിടെ ഒരു പോളറൈസേഷൻ പൊളിറ്റിക്സ് നടന്നിട്ടുണ്ട്. ആ പോളറൈസേഷൻ പൊളിറ്റിക്സിനെതിരെ നമ്മൾ കുറേ നാളുകളായി, ഗോവിന്ദ മാഷ് ഉൾപ്പെടെ, അല്ലെങ്കിൽ CPM-ൻ്റെ ഏറ്റവും സമുന്നതനായ നേതാവാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, അദ്ദേഹം ഉൾപ്പെടെ പറയുന്നുണ്ട് അത് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുണ്ടാകുന്ന ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു ഭാഗമാണ്. ആ ജമാഅത്തെ ഇസ്ലാമി യഥാർത്ഥത്തിൽ ഒരു വിഭാഗം ആൾക്കാരുടെ മനസ്സിൽ തീകോരി ഇടാനൊരു ശ്രമം നടത്തുന്നു. ആ തീകോരി ഇടാനുള്ള ശ്രമത്തിൻ്റെ ഭാഗത്തെ നമ്മൾ എതിർക്കുക തന്നെ ചെയ്ത് രാഷ്ട്രീയമായി എതിർത്തിട്ടുണ്ട്. അത് ഒരു സമൂഹത്തിനെതിരെയുള്ള നമ്മുടെ നിലപാടാണെന്ന് ചിത്രീകരിക്കുകയും അതിന് പ്രചരണം കൊടുക്കുകയും ചെയ്തുകൊണ്ടാണ് മലപ്പുറത്ത് ഒക്കെ ഇങ്ങനെയുള്ള അവസ്ഥ വന്നത്. അത് പിണറായി വിജയൻ എന്ന് പറയുന്ന സർക്കാരിൻ്റെ പ്രവർത്തനത്തിനെതിരെയുള്ള വിലയിരുത്തലായി കാണുന്നില്ല. ഞാൻ കാണുന്നത്, നോക്കൂ, ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് അതിനകത്തുണ്ടാവും.
അതിനകത്ത് കുറേയൊക്കെ ആൻറ്റി ഇൻകംബൻസിയും ഉണ്ടാവും. പക്ഷേ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക്, അതാ പറഞ്ഞേ, ചരിത്രത്തിലില്ലാത്ത രീതിയിൽ പുറകോട്ട് നമ്മൾ പോകുന്ന ഒരു സാഹചര്യം വരുന്നത് അത് ആൻറ്റി ഇൻകംബൻസി കൊണ്ടല്ല. അതിപ്പം കഴിഞ്ഞ പ്രാവശ്യവും ആൻറ്റി ഇൻകംബൻസി ഉണ്ടായിരുന്നല്ലോ, അതിന് മുമ്പും ആൻറ്റി ഇൻകംബൻസി ഉണ്ടായിരുന്നല്ലോ. പക്ഷേ അവിടെ ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ അല്ല വർക്ക് ചെയ്തിരിക്കുന്നത്. ആ ആൻറ്റി ഇൻകംബൻസിക്ക് ഉപരി വർഗീയതയുടെ ഒരു വലിയ എലമെൻറ്റ് കേരളത്തിൽ എത്രമാത്രം പോളറൈസ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് അത് വായിക്കേണ്ടത് മലപ്പുറത്തെ തെരഞ്ഞെടുപ്പിൻ്റെ വിജയവും അതുകൂടാതെ തിരുവനന്തപുരത്തുള്ള BJPയുടെ വിജയവും കൂടെ ചേർത്ത് വെച്ച് വായിക്കേണ്ടതാണ്. അങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അല്ലെങ്കിൽ വർഗീയ രാഷ്ട്രീയത്തിനെതിരെ സംസാരിക്കുന്ന ഒരു വിഭാഗത്തെ മാറ്റി നിർത്താൻ ഒരു സമുദായം അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് ജമാഅത്തെ ഇസ്ലാമിക്ക് വലിയ പ്രചരണം കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അപകടം. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ഒരു പ്രചരണം നടത്തുന്നതിനെ റദ്ദ് ചെയ്യത്തക്ക രീതിയിലുള്ള പ്രവർത്തനം നമ്മൾ ശക്തമായി നടത്താൻ സംഘടനയ്ക്ക് നമ്മൾ സജ്ജരായി നിൽക്കണമെന്ന് മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത്. ശരി, ഞാൻ വരാം. ഡോക്ടർ VPP മുസ്തഫ, ഒരിക്കലും CPM-ഓ LDF-ഓ ആഗ്രഹിച്ച ഒരു തെരഞ്ഞെടുപ്പ് ഫലമല്ല. മാത്രമല്ല ജനം പോലും നമുക്കറിയാം നിഷ്പക്ഷമായി പലതരത്തിലുള്ള സർവേകൾ, ജനങ്ങളുമായിട്ടുള്ള സംവാദ പരിപാടികൾ, ഇതൊക്കെ നമ്മളൊക്കെ തന്നെ നടത്തുമ്പോൾ പോലും നമുക്കറിയാവുന്നതാണ് ജനം എന്താണ് അഭിപ്രായപ്പെടുന്നതെന്ന്. മാധ്യമങ്ങൾ പൊതുവെ എന്താണ് പലപ്പോഴും ഇടതുപക്ഷ വിരുദ്ധമായ നിലപാടുകൾ എടുത്തു വന്നിരുന്ന ഘട്ടങ്ങളിൽ പോലും ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പല കാര്യങ്ങളിലൂടെ ജനങ്ങളുടെ മുമ്പിൽ വന്ന കാര്യങ്ങളെ എങ്ങനെയാണ് മാധ്യമങ്ങൾ പോലും അവതരിപ്പിച്ചിരുന്നത്, ഈ സർക്കാരിനെയും തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്ന സാഹചര്യത്തെയും ഒക്കെ എങ്ങനെയാണ് വിലയിരുത്തിയത് എന്നൊക്കെ നമുക്കറിയാം. അതിന് ചേർന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമല്ല ഉണ്ടായത് എന്നുള്ളത് കൊണ്ടാണ് ഒരുപക്ഷെ CPIM പോലും അത് പരിശോധിക്കും എന്ന് ആത്മാർത്ഥമായി തന്നെ ഇന്ന് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ആ നിലയ്ക്ക് കൃത്യമായി ജനങ്ങളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്ന ഒരു നിലപാട് അറിയിക്കൽ ഉണ്ടാകുമോ? അങ്ങനെ തന്നെ ഇറങ്ങി നിന്നുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് പോകാൻ ഈ തെരഞ്ഞെടുപ്പ് ഫലം CPIM-നെയും LDF-നെയും പ്രേരിപ്പിക്കുന്നുണ്ടോ? അതെന്താണ് വിശദീകരണം? തീർച്ചയായും ഇന്നിപ്പോ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സഖാവ് MA ബേബി, പാർട്ടി സംസ്ഥാന സെക്രട്ടറി സഖാവ് MV ഗോവിന്ദൻ മാസ്റ്റർ, പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗവും മുഖ്യമന്ത്രിയുമായിട്ടുള്ള സഖാവ് പിണറായി വിജയൻ, LDF-ന്റെ സംസ്ഥാന കൺവീനർ സഖാവ് TP രാമകൃഷ്ണൻ, ഇവരുടെ എല്ലാം പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. കേരളത്തിലെ ജനത അത് ആഗ്രഹിക്കുന്നുണ്ടല്ലോ. എന്താണ് ഈ തെരഞ്ഞെടുപ്പ് വിധിയെക്കുറിച്ച്, ജനവിധിയെക്കുറിച്ചുള്ള ഇടതുപക്ഷത്തിന്റെ പ്രാഥമികമായ അഭിപ്രായ പ്രകടനങ്ങൾ? തീർച്ചയായിട്ടും നമുക്കറിയാവുന്ന പോലെ ഇടതുപക്ഷത്തിന്റെ, പ്രത്യേകിച്ച് CPIM-ന്റെ ഒരു സംഘടനാ സ്വഭാവം അനുസരിച്ച് പാർട്ടി യോഗം ചേർന്ന് കൂട്ടായി ചർച്ചകൾ നടത്തി യോജിച്ച ഒരു നിലപാടിലേക്ക് വരേണ്ടതുണ്ട്. പക്ഷെ എന്നാൽ പ്രാഥമികമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ തീർച്ചയായിട്ടും ഈ നേതാക്കളിൽ നിന്നെല്ലാം, ചുമതലപ്പെട്ട ഉത്തരവാദപ്പെട്ട നേതാക്കൾ എന്നുള്ള നിലയിൽ ഇവരിൽ നിന്നെല്ലാം ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഫലം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമാണ്. ഇങ്ങനെ ഒരു ജനവിധിയല്ല ഇന്നത്തെ രാഷ്ട്രീയ സാമൂഹിക കാലാവസ്ഥയിൽ ഇടതുപക്ഷം പ്രതീക്ഷിച്ചിരുന്നത്. സർക്കാരിനെ കുറിച്ച്, അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് വേറെ വലിയ ആക്ഷേപമൊന്നുമില്ല. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ശ്രീ ലാൽ സൂചിപ്പിച്ചതുപോലെ വികസനം നേരിട്ട് അനുഭവിക്കുകയാണ്. നമ്മുടെ നാടിന്റെ മാറ്റം വൻതോതിൽ മറ്റു നാടുകളിൽ നിന്ന്, പുറം നാടുകളിൽ നിന്ന് വന്ന ആളുകൾ പോലും പ്രശംസിക്കുന്നു. അതുപോലെ ജനങ്ങളുടെ ക്ഷേമം, ആ ക്ഷേമ നടപടികൾ, ആരോഗ്യം, വിദ്യാഭ്യാസം, പൊതുവിതരണ സംവിധാനം, ഇങ്ങനെ തുടങ്ങിയ എല്ലാ മേഖലകളിലും ഇപ്പോൾ ജനക്ഷേമത്തിലും പൊതുവികസനത്തിലും അത്രയേറെ ട്രാക്ക് റെക്കോർഡുള്ള ഒരു ഗവൺമെന്റ്, അതിന്റെ ഗുണഫലങ്ങൾ നേരിട്ട് നമ്മുടെ എല്ലാം ജീവിതത്തിൽ അനുഭവപ്പെടുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ വലിയ ഒരു ആന്റി ഇൻകംബൻസി ഈ പ്രചരണ ഘട്ടത്തിലൊന്നും അങ്ങനെ പ്രവണതയെ ഉണ്ടായിരുന്നില്ലല്ലോ. ഒരു മാധ്യമത്തിനും അങ്ങനെ പറയാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ലല്ലോ. പതിവ് പോലെ രാഷ്ട്രീയ എതിരാളികളുടെ പ്രസ്താവനകളുണ്ട് എന്നല്ലാതെ പ്രകടമായ ഒരു ഭരണവിരുദ്ധ തരംഗമോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും എന്തേ ഇങ്ങനെ ഒരു വിധി വരാൻ? അപ്പൊ എവിടെയാണ് അതിന്റെ കാതലായ പ്രശ്നം? അപ്പൊ അത് പരിശോധിക്കും എന്നുള്ളത് തന്നെയാണ് CPIM പറഞ്ഞിട്ടുള്ളത്. നമ്മൾ കാണേണ്ടത്, നമ്മൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ സ്പീഡിന്റെ ഒരു യുഗവും സോഷ്യൽ മീഡിയയുടെ ഒരു വല്ലാത്ത മേൽക്കൈയിൽ നിൽക്കുമ്പോൾ ഈ ഓർമ്മകൾ, ചരിത്രവും ഓർമ്മകളും വല്ലാതെ പറന്തള്ളപ്പെടുന്നുണ്ട്. യഥാർത്ഥത്തിൽ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ CPIM-നോ ഇടതുപക്ഷത്തിനോ ഈ വലിയ തിരിച്ചടിയല്ല ഇത്. മുൻകാലങ്ങളുമായിട്ട് താരതമ്യം, ഇപ്പൊ 1977 അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ടുള്ള തെരഞ്ഞെടുപ്പ് രാജ്യം മുഴുവൻ വലിയ നിലയിൽ പ്രബുദ്ധമായ ഒരു സമരകാലം ആയിരുന്നല്ലോ അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള പോരാട്ടം.
നമ്മൾ സാധാരണ വലിയ നിലയിൽ ഈ രാഷ്ട്രീയ പ്രബുദ്ധതയുടെ പേരിൽ കുറ്റപ്പെടുത്താറുള്ള വടക്കേ ഇന്ത്യ പോലും കോൺഗ്രസിനെയും ഇന്ദിരാഗാന്ധിയെയും തോൽപ്പിച്ചപ്പോൾ 77-ൽ സാക്ഷരതയുള്ള വലിയ ഉയർന്ന രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള കേരളം കോൺഗ്രസിനെയാണ് വരവേറ്റത്. രാജ്യം കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ട് പോലും അന്ന് ഇടതുപക്ഷത്തിന് നിയമസഭയിലേക്ക് ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ സീറ്റ് 17 സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ. ലോക്സഭയിലേക്ക് വട്ടപൂജ്യമായിരുന്നു. പക്ഷേ ലാലെ 3 വർഷമേ വേണ്ടി വന്നിട്ടുള്ളൂ. 1980-ൽ ഇ കെ നായനാരുടെ നേതൃത്വത്തിൽ കേരളത്തിൽ LDF ഗവൺമെന്റ് വന്നു, ഒരു 3 വർഷം കൊണ്ട്. ഇത് നമ്മുടെ മുന്നിലെ അനുഭവമാണ്. 2010-ലെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ്, അതിന്റെ കണക്കുകളാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഗോവിന്ദ മാഷ് അവതരിപ്പിച്ചത്. അത് ഓർമ്മപ്പെടുത്തി കേരളീയ സമൂഹത്തെ. 2010-ലെ അന്ന് VS ഗവൺമെന്റ് അധികാരത്തിൽ ഇരിക്കുകയാണ്. അത്രയും നല്ല ഗവൺമെന്റാണ് VS ഗവൺമെന്റും. ഇപ്പൊ ഇവരെല്ലാം കമ്പയർ ചെയ്യുന്നത് ഈ പിണറായി എന്തോ വലിയ കമ്മ്യൂണിസ്റ്റ് ശൈലിയെല്ലാം വിട്ടയാൾ, കമ്മ്യൂണിസ്റ്റ് ഒക്കെ ഉപേക്ഷിച്ചയാൾ, VS മഹാനായ കമ്മ്യൂണിസ്റ്റ് ആണ് എന്നുള്ളതാണല്ലോ ഇവരുടെയൊക്കെ ഇപ്പോഴത്തെ ഒരു. പക്ഷെ ആ VS ഭരിക്കുന്ന കാലത്താണ് 2010-ലെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ലാലെ നേരത്തെ കണക്കുകൾ കാണിച്ചതുപോലെ വലിയ തിരിച്ചടി LDF-ന് ഉണ്ടായത്. അത്രത്തോളം തിരിച്ചടി ഇന്നില്ല. അന്നത്തെ ജില്ലാ പഞ്ചായത്തുകളുടെ എണ്ണം LDF-ന് 6 ഉണ്ടായിരുന്നുള്ളൂ. അന്നത്തെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം UDF-ന് 111 ആയിരുന്നു 2010-ൽ. അന്ന് നഗരസഭകൾ 19 എണ്ണമേ LDF-ന് ഉണ്ടായിരുന്നുള്ളൂ. ഗ്രാമപഞ്ചായത്തുകൾ 340 മാത്രമേ LDF-ന് ഉണ്ടായിരുന്നുള്ളൂ 2010-ൽ. പക്ഷേ 2011-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഈ തദ്ദേശ ഭരണ ഒരു വർഷം മുമ്പ് നടന്ന, ഒരു വർഷമല്ല 6 മാസം മുമ്പ് നടന്ന 2020-ലെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് അനുസരിച്ചാണെങ്കിൽ 90 സീറ്റിൽ UDF-ന് മുൻകൈ ഉണ്ടായിരുന്നു. പക്ഷെ 2011-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 68-72 ഇങ്ങനെ നെക്ക് ബോട്ടിലാണ് അന്ന് UDF-ന് ഉമ്മൻചാണ്ടിയുടെ ഭരണം 2011-ൽ അധികാരത്തിൽ വന്നത്. ഇതൊക്കെ നമ്മുടെ മുന്നേ അനുഭവം. 2019-ൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്നിപ്പോ ഈ മാധ്യമങ്ങളിലൊക്കെ കാണുന്നത് പോലെ അടിപടലം LDF തോറ്റല്ലോ. ആലപ്പുഴ മാത്രമാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത്. വലിയ നിലയിലുള്ള വോട്ട് ഷെയറിൽ പിറകോട്ട് മുക്കുണ്ടായി. പക്ഷെ അത് കഴിഞ്ഞ് 2019 ഒക്ടോബറിൽ തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കൃത്യം 6 മാസം കഴിയുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു പോയ UDF-ന്റെ 5 സിറ്റിംഗ് MLA-മാരുടെ മണ്ഡലത്തിൽ ബൈ ഇലക്ഷൻ നടന്നപ്പോൾ വലിയ നിലയിൽ LDF ജയിച്ചു. നമ്മളത് അന്ന് കെ മുരളീധരൻ ജയിച്ച വട്ടിയൂർക്കാവ് മണ്ഡലം ഉൾപ്പെടെ പിടിച്ചെടുത്തുകൊണ്ട് LDF വലിയ മുന്നേറ്റം നടത്തി കേവലം 6 മാസം കൊണ്ട്. അതിന്റെ തുടർച്ചയിൽ 2020-ലെ ലോക്സഭാ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ്, 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വലിയ മുന്നേറ്റം ഉണ്ടായി. അപ്പൊ ഓരോ തെരഞ്ഞെടുപ്പിലെയും റിസൾട്ട് വ്യത്യസ്തമാണ്. LDF-നും ഉണ്ട് തിരിച്ചടി. 1991-ലെ ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ആദ്യം 14-ൽ 13 ജില്ലയിലും LDF ജയിച്ചു. പക്ഷെ കൃത്യം 6 മാസം കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ LDF-ന് നിലവിലുണ്ടായിരുന്ന ഭരണം നഷ്ടപ്പെട്ടു വന്ന്. ഇതെല്ലാം നമ്മുടെ മുന്നിലെ അനുഭവമാണ്. ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ രീതിയിലുള്ള വോട്ടിംഗ് പാറ്റേൺ കേരളത്തിൽ പ്രകടമാണ്. അത് ചെറിയ സ്പാൻ ഓഫ് ടൈമിൽ പോലും, വലിയ ദീർഘമായിട്ടല്ല, ചെറിയ സ്പാൻ ഓഫ് ടൈമിൽ പോലും വ്യത്യസ്തമായ നിലയിലുള്ള ജനവിധികൾ കൊണ്ട് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിലെ വോട്ടർമാർ. അപ്പൊ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലെ ഈ റിസൾട്ട് പരിശോധിക്കപ്പെടേണ്ട, ഈ കണക്കുകളൊക്കെ പറഞ്ഞ് ന്യായീകരിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു അനുഭവം ഉള്ളത് കൊണ്ട് നല്ല പരിശോധന നടത്തി തിരിച്ചുവരവ് നടത്താൻ ഇടതുപക്ഷത്തിന് കഴിയും. അതാണ് ഇത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ എന്തോ വലിയ കേളികൊട്ടാകും എന്ന് പറയുന്നിടത്ത് നമ്മുടെ മുന്നിലെ അനുഭവം അതാണ്. ഇടതുപക്ഷത്തിന് തീർച്ചയായിട്ടും തിരിച്ചു വരാൻ വേണ്ടി കഴിയും. അതിനുള്ള തിരുത്തലുകൾ നടത്താൻ വേണ്ടി കഴിയും. തിരുത്തലുകൾ വരുത്തിയിട്ട് തന്നെയാണ് നേരത്തെ തിരിച്ചടി നേരിട്ട ഓരോ സന്ദർഭത്തിലും പഠിച്ചു തിരുത്തലുകൾ വരുത്തിയിട്ട് തന്നെയാണ് ഞങ്ങൾ അതിജീവിച്ചു വന്നിട്ടുള്ളത്. ഞങ്ങളെ വീണ്ടും വിശ്വാസത്തിൽ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് യാതൊരു തർക്കവുമില്ല. ഇടതുപക്ഷം വലിയ നിലയിൽ നമ്മുടെ ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രവും CPIM-ന്റെയും കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെയും ഈ തിരിച്ചടികളിൽ നിന്ന് അതിജീവിച്ചു വന്നതിന്റെ ഒരു വലിയ അനുഭവങ്ങളും നമുക്കൊരു വലിയ മുതൽ തന്നെയാണ്. പക്ഷെ അതിന്റെ അർത്ഥം ഇതിനെ ഒട്ടും കുറച്ച് കാണുകയല്ല. ഞാൻ പറഞ്ഞു, എല്ലാ നേതാക്കളുടെയും പ്രസ്താവനകളിൽ ഇന്ന് പറഞ്ഞിട്ടുള്ളത് ഇത് തിരിച്ചടിയാണ്, ഞങ്ങൾക്ക് തോൽവിയാണ്, ഇങ്ങനെയെല്ലാം ഉണ്ടാകേണ്ടിയിരുന്നത്. എന്താണ് കാരണം? ഞങ്ങൾ ഒട്ടും വൈകാതെ, കാരണം സമയമില്ല, നമ്മുടെ മുന്നിൽ നിയമസഭയ്ക്ക് ഒരുങ്ങേണ്ട സന്ദർഭമായി. അതുകൊണ്ട് വളരെ കൃത്യമായി വളരെ വേഗത്തിൽ തന്നെ അതിന്റെ പരിശോധന നടത്തി തിരുത്തേണ്ട കാര്യങ്ങൾ അങ്ങനെ തന്നെ തിരുത്തി ജനങ്ങളിലേക്ക് കൂടുതൽ വിശ്വാസ്യതയോടുകൂടി ഇറങ്ങിപ്പോകും. ശരി. പ്രൊഫസർ റോണി കെ ബേബി, ഈ തെരഞ്ഞെടുപ്പിനെ നിങ്ങൾ സമീപിച്ചത് ഒരു പ്രാദേശിക
പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പോലെ അല്ല എന്നുള്ളത് നിങ്ങളുടെ പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. നിങ്ങളത് ഉപേക്ഷിച്ച നിലയിൽ തന്നെയായിരുന്നു. കാരണം ഇതൊരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു ഘട്ടമേ അല്ല, ആ ഒരു പ്ലാറ്റ്ഫോം അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് മുഴുവൻ സംസ്ഥാന സർക്കാരിനെതിരെയാണ്. നിങ്ങൾ സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുക്കുന്ന രീതിയിൽ ആണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നതെല്ലാം. അതുകൊണ്ട് അവതരിപ്പിച്ച കാര്യങ്ങൾ മുഴുവൻ സംസ്ഥാന സർക്കാരിന് എതിരെ എന്നുള്ള നിലയ്ക്ക് തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ വന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നിങ്ങൾ അതുകൊണ്ട് തന്നെ പഞ്ചായത്തുകളുടെ വിജയമായി, പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ വിജയമായിട്ടല്ല നിങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും. നിങ്ങളിതാ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സെമി ഫൈനലായി നിങ്ങളതിനെ കാണുന്നു. ഇത് വലിയ വിജയം UDFന് സമ്മാനിച്ചത് ആണ്, അടുത്ത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലേക്ക് ഞങ്ങളെ വീണ്ടും കൊണ്ടുവന്നെത്തിക്കാൻ പോകുന്നതാണ് എന്നുള്ളതല്ലാതെ ഇതിൻ്റെ പ്രാധാന്യം നിങ്ങൾ ഇപ്പോഴും പറയുന്നതായി കാണുന്നില്ല, കേൾക്കുന്നില്ല. അവിടെയാണ് ഞാൻ നേരത്തെ ഡോക്ടർ VPPയോടും ലാൽകുമാറിനോടും അന്വേഷിച്ച കാര്യം റോണി കെ ബേബിയോടും കോൺഗ്രസിനോട് UDFനോട് അന്വേഷിക്കുന്നത്. ഇത് LDFന് അമ്പരപ്പുണ്ടാക്കിയ അപ്രതീക്ഷിതമായ ഒരു തിരിച്ചടി എന്നുള്ളതിനപ്പുറം അതിൻ്റെ ഒരു ബഹിസ്ഫുരണം നിങ്ങൾക്ക് സീറ്റുകൾ ആയി തർജ്ജമ ചെയ്യപ്പെട്ടു എന്നതിനപ്പുറം നിങ്ങൾക്കെന്ത് നേട്ടമുണ്ടാക്കി എന്നാണ്, നിങ്ങളുടെ എന്ത് പരിപാടിക്കുള്ള നിങ്ങൾക്കെന്ത് വിജയമുണ്ടാക്കി തന്നു എന്നാണ് നിങ്ങൾ പറയുക ഈ പഞ്ചായത്തുകളിൽ? ഇന്ന് വന്ന തെരഞ്ഞെടുപ്പ് ഫലത്തില് UDF നേടിയ ഐതിഹാസികമായ വിജയം, ഉജ്ജ്വല വിജയം. ഈ വിജയത്തെ ഇകഴ്ത്തിക്കാട്ടുവാൻ ആരൊക്കെ ശ്രമിച്ചാലും അത് UDFന് അനുകൂലമായി LDFനെതിരായി വോട്ട് ചെയ്ത കേരളത്തിലെ ജനങ്ങളെ പുച്ഛത്തോടെ കാണുന്നതിന് തുല്യമാണ് എന്ന് പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം 1995 നമുക്കറിയാം പഞ്ചായത്ത് രാജ് നിയമം കേരളത്തിൽ വന്നതിന് ശേഷം ഇതുകൂടി കൂട്ടി 7 തെരഞ്ഞെടുപ്പുകളാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. ഈ 7 തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ഉജ്ജ്വലമായ വിജയമാണ് ഞങ്ങൾ നേടിയിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ എന്നോട് ചോദിച്ചതുപോലെ ഇത് ഞങ്ങൾ ഏതാണ്ട് കയ്യാളപ്പുറത്തിരുന്ന തേങ്ങയെ പോലെ, അല്ലെങ്കിൽ ഈ പറയുന്ന ഞങ്ങൾ അപ്രതീക്ഷിതമായി നേടിയ ഒരു വിജയം ഒരിക്കലും അങ്ങനെയല്ല. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF വലിയ വിജയം കേരളത്തിൽ നേടി. ആ വിജയം ഞങ്ങൾ നേടി 2 മാസത്തിനകം, കൃത്യമായി തന്നെ പറഞ്ഞാൽ ജൂൺ ജൂലൈ മാസത്തിൽ 2024 ഞങ്ങൾ വയനാട്ടിൽ ക്യാമ്പ് നടത്തി. മിഷൻ 2025 എന്ന പേരിൽ അന്ന് തന്നെ ഞങ്ങൾ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഞങ്ങൾ ആരംഭിച്ചിരുന്നു. കഴിഞ്ഞ 1.5 വർഷമായി ഞങ്ങൾ ഇതിനുള്ള ഒരുക്കത്തിലായിരുന്നു. ഞങ്ങൾ എവിടെയൊക്കെ വീഴ്ച കൊണ്ടായി, സംഘടനാപരമായി പാലിച്ചുകൊണ്ടായി അവിടെയെല്ലാം പുനഃക്രമീകരണങ്ങൾ നടത്തി വളരെ കൃത്യമായി തന്നെ UDF ഏകോപനത്തിനുകൂടി സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉൾപ്പെടെ ഞങ്ങൾ ശക്തമായി അതിന്റെ അകത്ത് മുന്നേ കൂട്ടി തന്നെ ഞങ്ങൾ സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെ പൂർത്തീകരിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ഞങ്ങൾ കുറ്റപത്രം അല്ലെങ്കിൽ LDF ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ വളരെ കൃത്യമായി തന്നെ ഞങ്ങൾ അതിനുവേണ്ടി തിരുവനന്തപുരത്ത് നെയ്യാർ ഡാമില് അവിടെ KPCCയുടെ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് ഉണ്ട്. അവിടെ കൃത്യമായി തന്നെ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള ആളുകളെ വിളിച്ചുകൂട്ടി, ഡെലഗേറ്റ്സിനെ വിളിച്ചുകൂട്ടി കൃത്യമായി പരിശീലനം നൽകി UDF ഭരിക്കുന്ന പഞ്ചായത്തുകളും LDF ഭരിക്കുന്ന പഞ്ചായത്തുകളും അവിടെ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, അതിന്റെ അടിസ്ഥാനത്തിൽ കുറ്റപത്രങ്ങൾ തയ്യാറാക്കി. അതുപോലെ തന്നെ ഞങ്ങൾ മാനിഫെസ്റ്റോ തയ്യാറാക്കി. ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു മാനിഫെസ്റ്റോ തയ്യാറാക്കി തെരഞ്ഞെടുപ്പിനെ നേരിട്ട ഒരു ചരിത്രം ഇതിനു മുമ്പ് ഒരു മുന്നണിക്കും ഉണ്ടാവില്ല എന്ന് എനിക്ക് കൃത്യമായി തന്നെ ഇവിടെ പറയാൻ കഴിയും. അത് LDFനുമില്ല, UDFനുമില്ല, മറ്റാർക്കുമില്ല ഇതിനു മുൻപ്. പക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ 2025 ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കൃത്യമായി ഞങ്ങളൊരു മാനിഫെസ്റ്റോ തന്നെ ജനങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട്, അതുപോലെ തന്നെ സർക്കാരിനെതിരെ ഞങ്ങൾ ഓരോ വിഷയത്തിലും സർക്കാരിന്റെ വീഴ്ചകൾ, സർക്കാരിന്റെ പാളിച്ചകൾ, ഇവിടെ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ ഉൾപ്പെടെ ഞങ്ങളുടെ പ്രതിഷേധങ്ങളെ, ഞങ്ങളുടെ സമരങ്ങളെ ഒക്കെ ഇകഴ്ത്തിക്കാട്ടുവാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ, ചെറുതാക്കി കാണുവാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ, ഞങ്ങളുടെ ഇടയിലുള്ള ചെറിയ വിഷയങ്ങളെ പോലും പർവ്വതീകരിച്ച് വലിയ വിഷയങ്ങളാക്കി ഇവിടെ കൊണ്ടുവന്ന് കേരളത്തിലെ ജനകീയ വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള സംഘടിതമായ ശ്രമങ്ങളൊക്കെ ഉണ്ടായപ്പോഴും ഞങ്ങൾ നിരന്തരം ഈ പ്രചരണ പരിപാടിയിലൂടെ മുന്നോട്ട് പോയി. അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയ ഒരു പോസിറ്റീവ് വോട്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ്, അല്ലാതെ സർക്കാരിനെതിരെ ഉള്ള ഒരു നെഗറ്റീവ് വോട്ടല്ല. റോണി കെ ബേബി, ഞാൻ അത് തന്നെയാണ് ചോദിച്ചത്. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഞാനും അങ്ങയോട് ചോദിച്ചുകൊണ്ട്, താങ്കൾ പറഞ്ഞതുപോലെ സർക്കാരിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിണറായി വിജയൻ സർക്കാരിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ നിങ്ങൾ പഞ്ചായത്തിനെ കുറിച്ച് പറഞ്ഞില്ല, കോർപ്പറേഷനെ കുറിച്ച് പറഞ്ഞില്ല, മുനിസിപ്പാലിറ്റിയെ കുറിച്ച് പറഞ്ഞില്ല, ജില്ലാ പഞ്ചായത്തിനെ കുറിച്ച് പറഞ്ഞില്ല, ബ്ലോക്ക് പഞ്ചായത്തിനെ കുറിച്ച് പറഞ്ഞില്ല. നിങ്ങൾ ആ വികസന കാര്യങ്ങളെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. പ്രാദേശികമായ ജനക്ഷേമ കാര്യങ്ങളെക്കുറിച്ചൊന്നും നിങ്ങൾ ഈ പറഞ്ഞ മാനിഫെസ്റ്റോയിൽ പറഞ്ഞതിനെക്കുറിച്ച് താങ്കൾ പോലും ഇപ്പോൾ ഓർത്തൊന്നും ഇവിടെ വിശദീകരിച്ചുമില്ല. അപ്പോൾ അതൊക്കെ ജനങ്ങൾ പോലും അതുകൊണ്ട് തന്നെ ഓർക്കുന്നൊന്നും എനിക്കറിയില്ല.
നിങ്ങൾ തന്നെ അത് സംവാദമാക്കിയോന്നും എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ വന്ന ഒരു കാര്യത്തിൽ നിങ്ങൾ പറയേണ്ടതെല്ലാം പറഞ്ഞു സർക്കാരിനെതിരെ. അതിന് ജനങ്ങൾ ഇപ്പോൾ ഒരു മറുപടി, നിങ്ങൾ പറയുന്ന വാദം ശരിവെച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ജനങ്ങൾ അതിനൊരു മറുപടിയും കൊടുത്തു കഴിഞ്ഞു. ഇനി നിങ്ങൾ വീണ്ടും ഇത് തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിലും ഇനി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമോ? അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ വീണ്ടും പിണറായി വിജയൻ മൂന്നാമത് വീണ്ടും വരാൻ വേണ്ടി കാര്യങ്ങൾ അന്വേഷിച്ച് ജനങ്ങളോട് പലതും പറഞ്ഞ് അവർ ഒരുങ്ങി വരുമ്പോൾ, ഇപ്പോൾ ഡോക്ടർ VPP പറഞ്ഞതുപോലെ അവർ പല രീതിയിൽ തയ്യാറെടുത്ത് ജനങ്ങളെ കാര്യങ്ങൾ മനസ്സിലാക്കി, മുമ്പ് അവർക്ക് അനുഭവമുണ്ട്, പല പ്രശ്നങ്ങൾ വന്നപ്പോൾ ജനങ്ങളോട് അവർ നേരിട്ട് ഇറങ്ങി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അവർ ഇറങ്ങി പറഞ്ഞ് വീണ്ടും എത്തുമ്പോൾ നിങ്ങൾ ഇത് തന്നെ വീണ്ടും പറയുകയാണോ? ഇതേ മാനിഫെസ്റ്റോ എടുത്ത് അവതരിപ്പിക്കാൻ പോവുകയാണോ? ഒരേ വിഷയത്തിൽ വീണ്ടും പുതിയ തെരഞ്ഞെടുപ്പുകളിൽ പറഞ്ഞുകൊണ്ടിരിക്കാൻ പോവുകയാണോ? ഒരിക്കലുമല്ല. കാരണം ഈ ഇന്ന് വന്ന തെരഞ്ഞെടുപ്പ് ഫലം, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഫലം, ഇതിനെ നമ്മളൊരു ഒറ്റപ്പെട്ട രീതിയിൽ വിശകലനം ചെയ്യേണ്ട കാര്യമില്ല. കാരണം 2021 പിണറായി വിജയന്റെ രണ്ടാം സർക്കാർ ഇവിടെ അധികാരത്തിൽ വന്നു. രണ്ടാമത് ഇടതുപക്ഷം ഒരു തുടർ ഭരണവുമായി കേരളത്തിൽ അധികാരത്തിൽ വന്നു. ഞങ്ങൾ പ്രതിപക്ഷത്തായിരുന്നു. പക്ഷെ ഞങ്ങൾ പ്രതിപക്ഷത്തായിരുന്നപ്പോഴും എന്ത് ചെയ്തു? ഞങ്ങൾ ഞങ്ങളുടെ കടമ എന്താണ് ജനങ്ങൾ ഞങ്ങളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. കാരണം നമുക്കറിയാം, സ്വാഭാവികമായിട്ടും അധികാരത്തിൽ ഇടതുപക്ഷം വന്നപ്പോൾ ഞങ്ങൾ പ്രതിപക്ഷത്തായി. പക്ഷെ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഇത് ജനങ്ങൾ ഞങ്ങളിന്ന് പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് വളരെ കൃത്യമായി തന്നെ. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആധികാരികമായി ജയം കിട്ടിയത്. അതുകൊണ്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ LDF ജയിച്ചിരുന്ന സീറ്റുകൾ പോലും ഞങ്ങൾ തിരിച്ചുപിടിക്കുവാൻ വേണ്ടി വലിയ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ വിജയിക്കുവാനുള്ള സാഹചര്യം ഉണ്ടായത്. അതുപോലെ തന്നെ കഴിഞ്ഞ 4-4.5 വർഷം ഈ കേരളത്തിൽ നടന്ന എത്രയോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ആധികാരികമായി വിജയിച്ചു. അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ള ഒരു റെക്കോർഡുണ്ട്, ഒരു ട്രാക്ക് റെക്കോർഡ്. അതിന്റെ അടുത്ത സ്റ്റെപ്പാണ് ഇന്ന് വന്നിരിക്കുന്ന റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ വീണ്ടും ഞങ്ങൾ ഈ ഫലത്തിൽ നിന്നും ഞങ്ങൾ ഒരിക്കലും അഹങ്കരിക്കുവാനോ അല്ലെങ്കിൽ ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമോ എന്നൊന്നും ഒരു അവകാശവാദം ഒന്നുമല്ല. ഞങ്ങൾ ക്രിയാത്മകമായി എന്താണ് ഇതുവരെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെ, ഒരു തരത്തിലുള്ള അഹങ്കാരവും ഇല്ലാതെ, അല്ലെങ്കിൽ 2026 ഞങ്ങൾ ഈസി വോക്ക് ഓവറിലൂടെ ഞങ്ങൾ ജയിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കൈകെട്ടി ഇരുന്നു കൊണ്ട് അങ്ങനെ ഒരു തരത്തിലുമല്ല. എന്താണ് ഇതുവരെ ഞങ്ങൾ ഈ തെരുവുകളിൽ പോരാടിയത്? കേരളത്തിലെ തെരുവുകളിൽ ഞങ്ങൾ പോരാടിയത് ഉയർത്തിക്കൊണ്ടുവന്ന വിഷയങ്ങൾ. കാരണം ഞങ്ങളുടെ പോരാട്ടങ്ങൾക്ക്, ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന വിഷയങ്ങൾക്ക് കേരളത്തിലെ പൊതുസമൂഹം നൽകിയ പോസിറ്റീവായിട്ട് റിസൾട്ട് കൂടിയാണ്. അത് അങ്ങനെയാണ് എന്ന് പറഞ്ഞാലും റോണി കെ ബേബി, ഇന്ന് ഗൗതം മാഷ് അവതരിപ്പിച്ച കണക്കുകൾ, ഡോക്ടർ VPP ഇവിടെ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ, പല വർഷങ്ങളിൽ മുൻകാലങ്ങളിൽ നടന്ന കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കണക്കിൻ്റെ പുറത്ത് അങ്ങനെ ആശ്വസിച്ച് മുന്നോട്ട് പോകാനും വകയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു പുതിയ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഉള്ള അതേ തയ്യാറെടുപ്പ് തന്നെ വേണ്ടതുമുണ്ട്. അതിന് നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ എന്നുള്ള ഇപ്പോൾ മാധ്യമങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്ന അതേ ചോദ്യങ്ങൾ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ ഉണ്ട് താനും. ഒരു മാറ്റവും ജനങ്ങൾ LDFനോട് അപ്രതീക്ഷിതമായ ഒരു വിധിയെഴുത്ത് നടത്തിക്കൊടുത്തതല്ലാതെ നിങ്ങൾക്കൊരു മാറ്റവും ഉണ്ടായിട്ടില്ലല്ലോ. ഞാൻ ഒരു കാര്യം വളരെ കൃത്യമായി ചൂണ്ടിക്കാണിച്ചോട്ടെ. ഈ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, പ്രത്യേകിച്ച് പഞ്ചായത്ത്, ഏത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കേരളത്തിൽ വന്നാലും ഇവിടെ ഒരു വിശകലനങ്ങളുണ്ട്. റിസൾട്ടും ആ രീതിയിലാണ്. പഞ്ചായത്തുകൾ ഇടതുപക്ഷത്തിന് വലിയ മുൻതൂക്കമുണ്ട്. കാരണം ഗ്രാമപഞ്ചായത്തുകൾ, കാരണം അവരുടെ സംഘടനാ രീതി, അവർ ഇടതുപക്ഷത്തിന്റെ സംഘടനാ ശൈലി, ആ കേഡർ സ്വഭാവം. പക്ഷെ ഇന്ന് വന്ന റിസൾട്ട് നമ്മൾ പരിശോധിക്കണം. കേരളത്തിലെ പഞ്ചായത്തുകളിൽ ശതമാനക്കണക്ക് നോക്കുക, 35.58% പഞ്ചായത്തുകളിൽ മാത്രമാണ് ഇടതുപക്ഷം. റോണി കെ ബേബി, താങ്കൾ ഈ രാഷ്ട്രതന്ത്ര ശാസ്ത്രം പഠിപ്പിക്കുന്ന ആൾ കൂടിയാണെന്നുള്ളത് എനിക്ക് നല്ലവണ്ണം അറിയാമല്ലോ. നമുക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുകയും ചെയ്യും കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ്, 10, 20, 30 കൊല്ലം ഒരുമിച്ച് ഈ താങ്കൾ പറഞ്ഞ അതേ അവസ്ഥയിൽ ഇതിനെയൊക്കെ കയ്യിൽ വെച്ചുകൊണ്ടിരുന്ന ഒരു പ്രസ്ഥാനമോ ഒരു മുന്നണിയോ ആണ് LDF. ഈ പറഞ്ഞ പഞ്ചായത്തുകളെയൊക്കെ സ്വാഭാവികമായി ഇത് നൂറ്റാണ്ടുകളോളം അങ്ങനെ തുടരുമെന്ന് നമ്മൾ വിചാരിക്കണോ? അതിനകത്തൊരു പ്രാദേശിക ഭരണവിരുദ്ധതയൊക്കെ ഉണ്ടാവില്ലേ? ഒരു മാറ്റം ആഗ്രഹിക്കുന്ന ആളുണ്ടാവില്ലേ? അത് സ്വാഭാവികമായി അങ്ങനെയാണെങ്കിൽ അത് ഇടതുപക്ഷത്തെ ആണ് ബാധിക്കുക. അങ്ങനെ ഉണ്ടായാൽ ഈ 35% എത്തിയാൽ പോരാ, അതിലേക്ക് താഴെ പോകണം LDF. അതിലേക്കൊന്നും പോയിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ല, കാരണം CPM-നെ ഒരിക്കലും ഞങ്ങൾ ചെറുതായി കാണത്തില്ല, ഇടതുപക്ഷത്തെ ഞങ്ങൾ ഒരിക്കലും ചെറുതായി കാണത്തില്ല. ഇടതുപക്ഷത്തിന് കൃത്യമായിട്ടുള്ള കേഡർ വോട്ടുകളുണ്ട്. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് കേരളത്തിലെ ഏത് നിയമസഭാ നിയോജകമണ്ഡലം എടുത്താലും, കേരളത്തിൽ ഏത് തെരഞ്ഞെടുപ്പ് നടത്താലും CPM-ന് ഒരിക്കലും ഒരു 35% താഴെ വോട്ടിന്റെ താഴെ പോകത്തില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ്. കാരണം അത്രയും പാർട്ടിയോട് കമ്മിറ്റഡ് ആയിട്ടുള്ള വോട്ട് ബാങ്ക് CPM-നുണ്ട്. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ നിങ്ങൾ നോക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത്, കാരണം നമ്മൾ അതിന് ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ ശരിയായിരിക്കാം, പ്രാദേശിക സാഹചര്യങ്ങളായിരിക്കാം, പഞ്ചായത്തുകൾ തിരിച്ചടി ഉണ്ടായത്. അങ്ങനെയെങ്കിൽ കോർപ്പറേഷനുകൾ, ജില്ലാ പഞ്ചായത്തുകൾ, അതൊക്കെ നമ്മളെടുക്കാൻ കൃത്യമായി രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്ന പ്രാദേശിക വിഷയങ്ങളാണ് പഞ്ചായത്തുകളുടെ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുന്നതെങ്കിൽ കൃത്യമായി ദേശീയ രാഷ്ട്രീയം, സംസ്ഥാന രാഷ്ട്രീയം,
ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്നതാണ് കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, ജില്ലാ പഞ്ചായത്ത്. അവിടെയൊക്കെ അല്ലല്ല, അത് ഞങ്ങൾക്ക് നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പോലെ തന്നെയാണ് കോർപ്പറേഷനിലെ താഴെ തട്ടിലെ യൂണിറ്റുകളുമൊക്കെ. അവിടെയും രാഷ്ട്രീയം നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റുന്നത് ജില്ലാ പഞ്ചായത്തുകളെയോ ബ്ലോക്ക് പഞ്ചായത്തുകളെയോ ഒക്കെയാണ് നമുക്ക് ഒരുപക്ഷെ രാഷ്ട്രീയം എന്നുള്ള നിലയിലേക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ വലിയ വ്യത്യാസം മുൻകാലങ്ങളിലെ കണക്കിൽ നിന്ന് ഇപ്പോൾ കാണുന്നില്ല എന്നുള്ളതാണ് ഡോക്ടർ VPP നേരത്തെ വിശദീകരിച്ചത്. ഞാൻ വരാം പ്രൊഫസർ റോണിക്ക് ബേബി. 11-ൽ നിന്ന് 6-ലേക്ക് താഴ്ന്നത് വലിയ മാറ്റമല്ല എന്നാണോ പറയുന്നത്? അല്ലല്ല, ജില്ലാ പഞ്ചായത്ത് മുൻകാലങ്ങളിൽ സംഭവിച്ചിട്ടുള്ളതാണ് എന്നാണ് പറഞ്ഞത്. അതിൻ്റെ അടുത്തേക്ക് പോയിട്ട് അതിൽ നിന്നും കുറച്ചുകൂടെ മെച്ചപ്പെട്ട സ്ഥിതി തന്നെയാണ് ഇപ്പോഴെന്നാണ് പറഞ്ഞത്. ഈ പറഞ്ഞ മുനിസിപ്പാലിറ്റിയുടെ കാര്യമാണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ചെറിയ വ്യത്യാസങ്ങളുണ്ട്. വലിയ വ്യത്യാസങ്ങളിലേക്ക് വലിയ ഒരു അടപടലം പോകുന്നൊരു അവസ്ഥ അല്ല എന്നാണ് പറഞ്ഞത്. അല്ല, അതും വരാൻ പാടില്ലാത്തതാണ്. ഞാൻ CPM-നോട് ചോദിച്ചല്ലോ അത് നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. നമുക്കത് സംസാരിക്കാം. അഡ്വക്കേറ്റ് P. കൃഷ്ണദാസ്, BJP ആണല്ലോ അടുത്ത ഘട്ടത്തിൽ. എത്രയോ കാലമായി തിരുവനന്തപുരം ഇന്ന് പിടിക്കും നാളെ പിടിക്കും എന്ന് പറഞ്ഞ് പഴയ ഹിന്ദു മുന്നണിയുടെ കാലം തൊട്ട് തന്നെ നമ്മൾ പറഞ്ഞ് കേട്ടുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. ഇന്നത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇത്രയും ചർച്ച ചെയ്യുമ്പോഴും ഈ കലക്കവെള്ളത്തിനിടയിൽ കൂടെ നിങ്ങളങ്ങ് രക്ഷപ്പെട്ടു പോകുന്ന അവസ്ഥ പല ചർച്ചകളിലും ഞാൻ കണ്ടു. ഇന്ന് നിങ്ങൾ അവിടെ കേവല ഭൂരിപക്ഷത്തിലല്ല തിരുവനന്തപുരത്ത്. ഇപ്പോഴും ആർക്കെങ്കിലുമൊക്കെ ഒരു തൃശ്ശൂർ മോഡൽ മേയർഷിപ്പൊക്കെ കൊടുത്ത് നിങ്ങൾക്ക് അവിടെ ഇപ്പോഴും ഭരണം നിലനിർത്തേണ്ട അവസ്ഥയാണ്. അല്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഭരണമില്ല തിരുവനന്തപുരത്ത്. അതൊരു അവസ്ഥയുണ്ട്. തിരുവനന്തപുരം ആണല്ലോ ഈ ചൂണ്ടിക്കാട്ടുന്നത്. നേരത്തെ ഭരണം ഉണ്ടായിരുന്ന പലയിടത്തും പോയി എന്നാണ് തോന്നുന്നത്, പുതിയ പഞ്ചായത്തുകളൊക്കെ കിട്ടിയപ്പോഴും. എന്താണ് നിങ്ങളുടെ വിലയിരുത്തൽ? നിങ്ങളുടെ നേട്ടമായി നിങ്ങൾ ഇപ്പോഴും പറയുന്നത് എന്താണ്? ഡോക്ടർ ലാൽ, അങ്ങ് കേരളത്തില് എത്രയോ കാലമായി ഈ തരത്തിലുള്ള തെരഞ്ഞെടുപ്പുകളുടെ ഭാഗമായിട്ടുള്ള ചർച്ചകളിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ഒരാളാണ്, രാഷ്ട്രീയം കാണുന്നയാളാണ്. അങ്ങയുടെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് രാഷ്ട്രീയം എന്നുള്ള നിലക്ക് എന്തും പറയാം, രാഷ്ട്രീയ പ്രതിനിധികൾക്കും എന്തും പറയാം. പക്ഷെ ഡാറ്റ വെച്ച് വേണ്ടേ ഈ കാര്യങ്ങളൊന്ന് വിലയിരുത്താൻ. തിരുവനന്തപുരത്ത് അങ്ങയുടെ ഇൻട്രൊഡക്ഷൻ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു BJP കഴിഞ്ഞ തവണത്തേക്കാൾ കുറഞ്ഞു പോയി എന്നാണ് വിചാരിച്ചത്. ഇപ്പൊ ഞാനതിന്റെ നിങ്ങളുടെ തന്നെ സ്ക്രീനിൽ നോക്കുമ്പോൾ BJPക്ക് 50 സീറ്റുണ്ട്. 101 സീറ്റ് വേണ്ടതിൽ 50 സീറ്റുണ്ട്. LDF-ന്റെ ഭരണമുണ്ടായിരുന്ന മേയർ ഉണ്ടായിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ BJPക്ക് ലഭിച്ചിരിക്കുന്നു. കേരളത്തിലെ എല്ലാ കോർപ്പറേഷനുകളിലും അതാണ് എൻ്റെ സംശയം. BJPക്ക് ലഭിക്കണമായിരുന്നു. നിങ്ങൾ പ്രധാനമന്ത്രിയെ കൊണ്ടുവരും, ഇവിടെ പല കാര്യങ്ങളും മാറ്റുമെന്ന് പറഞ്ഞു. ഇവിടെ BJPക്ക് വലിയ പ്രതീക്ഷയുള്ളൊരു കാര്യം തന്നെയാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ വലിയ പ്രതീക്ഷ അർപ്പിക്കുന്ന നിയമസഭാ മണ്ഡലങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. ഞാൻ സമയമെടുക്കുകയല്ല, അങ്ങേ തടസ്സപ്പെടുത്തുകയല്ല. പക്ഷേ നിങ്ങൾ ഇപ്പോഴും നേടി എന്ന് പറയുന്നത് 51 കിട്ടിയാലാണ്. ആ ഒന്നിലേക്ക് എത്തുന്നതിന് ഇപ്പോഴും കിതച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് നിങ്ങൾക്ക് അഭിമാനിക്കാവുന്ന ഒരു ഭരണം അവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്ന് ഇപ്പോഴും അനിശ്ചിതാവസ്ഥ ഉണ്ടാക്കുന്ന അവസ്ഥയാണ് കൃഷ്ണദാസ്. പെട്ടെന്ന് കൃഷ്ണദാസിലേക്ക് ഒന്ന് കണക്ട് ചെയ്യണം. അത് അദ്ദേഹത്തിനോട് വളരെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. ആ ഒരു ചോദ്യത്തോട് ലാൽകുമാർ, അദ്ദേഹം വരുന്നത് വരെ മാത്രം അതിനോടൊന്ന് പ്രതികരിക്കാമോ? ഞാൻ ഈ ചോദിച്ച ചോദ്യത്തോട് താങ്കളുടെ പ്രതികരണം എന്താണ്? നോക്കൂ, അവരെ BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് ട്രിവാൻഡ്രം കോർപ്പറേഷൻ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സംസ്ഥാനം മൊത്തത്തിൽ അവർക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. പക്ഷേ ഇത് എക്സ്ട്രാപൊളൈറ്റ് ചെയ്ത് അസംബ്ലി ഇലക്ഷന് വരുമ്പം ഇത്ര സീറ്റ് പിടിച്ചു കളയും എന്ന് പറയുന്ന ആ ഒരു പ്രതികരണം സംസ്ഥാനത്ത് പല ആൾക്കാരിൽ നിന്ന് കാണും. അത് നടക്കാൻ പോകുന്നില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം കോർപ്പറേഷനകത്ത് വലിയ മുന്നേറ്റം ഒരു ഘട്ടത്തിൽ BJP ഉണ്ടാക്കിയതാണ്. അനുസൃതമായിട്ടുള്ള സീറ്റിലേക്ക് BJPക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പം നോക്കൂ, കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിനനുസരിച്ച് കിട്ടുന്നതിനനുസരിച്ച് BJPക്ക് സീറ്റ് കിട്ടുമെങ്കിൽ എത്രയോ നാളുകൾക്ക് മുമ്പ് തന്നെ ട്രിവാൻഡ്രത്ത് ഒരു പ്രൊപ്പോർഷനേറ്റ് റിസൾട്ട് അവർക്ക് കിട്ടണമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ അതിനെ എടുക്കുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ ഒരു സീറ്റ് കുറഞ്ഞു പോയി എന്നുള്ളത് ഞാനതിനെ അതൊരു വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. പക്ഷേ അവർക്ക് നമ്മളെക്കാട്ടിലും അല്ലെങ്കിൽ കോൺഗ്രസിനെക്കാട്ടിലും നല്ല രീതിയിൽ ഇലക്ട്രൽ റിസൾട്ട് ഉണ്ടാക്കാൻ എത്തിയതുകൊണ്ട് തന്നെ നമുക്ക് അല്ലെങ്കിൽ CPIM-ന് അത്രയും പറ്റാത്ത സ്ഥിതിക്ക് നമ്മൾ അവരെ അത്രയും കുറ്റപ്പെടുത്തുന്നതിൽ വലിയ കഥയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ശരി, ലാൽകുമാർ, അഡ്വക്കേറ്റ് കൃഷ്ണദാസ് ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. ഞാൻ വരാം. അഡ്വക്കേറ്റ് കൃഷ്ണദാസ്, ഞാൻ ചോദിച്ച ആ ചോദ്യത്തിൽ താങ്കളെയോ BJPയെയോ നിങ്ങളുടെ പ്രവർത്തനത്തെയോ നിങ്ങളുടെ പെർഫോമൻസിനെയോ ഇകഴ്ത്താനുള്ള ഒരു ശ്രമവുമല്ല ഉണ്ടായിട്ടുള്ളത്. പക്ഷേ നിങ്ങൾ ഇത്രയും പോരല്ലോ എന്ന എൻ്റെ ചോദ്യത്തിന് നിങ്ങളുടെ പ്രതികരണം, അത് ഇന്നത്തേക്ക് നിങ്ങൾക്ക് ആ വിജയത്തിൻ്റെ ആഘോഷമൊക്കെ പറയാമെങ്കിലും നാളെ മുതൽ നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്ങനെ ഭരണം നടത്താമെന്നാണ്. അവിടെ നാളെ ആരെ കൂടെ കൂട്ടച്ചേർത്താണ് മേയർഷിപ്പ് ഉണ്ടാക്കിയെടുക്കാമെന്നാണ്. അതിപ്പോഴും
ഒരു അനിശ്ചിതാവസ്ഥയിൽ നിൽക്കുന്ന ഒരു ഒരു കോർപ്പറേഷനായി തിരുവനന്തപുരം ഇപ്പോഴും നിൽക്കുന്നു എന്നിടത്ത് നിങ്ങളത് കിട്ടിയെന്നാണ് പറയുന്നത്. അല്ല, എനിക്ക് ഇനി BJP പ്രതിനിധികളെ ഇനി ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ നിങ്ങൾ 1 മണിക്കൂറിന്റെ Zoom ലിങ്ക് അല്ല തരുന്നതെങ്കിൽ ഞങ്ങളെ വിളിക്കണമെന്ന് യാതൊരു നിർബന്ധവും എനിക്കില്ല. എനിക്ക് ആദ്യമേ തന്നെ സൂചിപ്പിക്കാനുള്ളതാണ്. അല്ല, നമ്മൾ ചർച്ചയുടെ ഒരു അതങ്ങനെ മനഃപൂർവ്വം ചെയ്തിട്ടില്ല. ഞാനത് അങ്ങനെ ഇപ്പോഴാണ് അറിയുന്നത്. താങ്കളത് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. താങ്കളത് പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. അത് ഇന്ന് നിർഭാഗ്യവശാൽ ഇത് ഇന്നിപ്പോൾ 3 Zoom ലിങ്കിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനത് മാറ്റിയെടുത്ത് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം. എന്താണെന്നുള്ളത് ചോദിക്കാം. അല്ല, ഞാനത് ക്ലാരിഫൈ ചെയ്ത് സമയം കളയാനല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് തടസ്സമുണ്ടായത് ഞാൻ സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പറഞ്ഞോളൂ. പിന്നെ രണ്ടാമത്തത് തിരുവനന്തപുരം പോലൊരു കോർപ്പറേഷൻ LDF കേരളം ഭരിക്കുമ്പോൾ LDFന്റെ ഭരണമുണ്ടായിരുന്ന ഒരു കോർപ്പറേഷനിൽ BJPക്ക് ഒരു സീറ്റിൽ ഭരണം നഷ്ടപ്പെട്ടു എന്ന് അങ്ങ് പറയുമ്പോൾ ഈ LDFന് എത്ര കിട്ടി എന്നുള്ളത് പരിശോധിക്കണ്ടേ? നമ്മൾ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി വേണ്ട ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ടിനെ വിലയിരുത്താൻ. കേരളത്തിലെ BJPയുടെ കൃഷ്ണദാസ്, ഞാൻ അതിനകത്ത് വീണ്ടും ഞാൻ താങ്കളുടെ മുമ്പാകെ ഇത് ഇന്ന് കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ തിരുവനന്തപുരത്തെ BJPയുടെ ഈ പ്രകടനം. അതുകൊണ്ട് ആണ് ഞാൻ താങ്കളുടെ മുമ്പാകെ ഈ കാര്യങ്ങളൊന്ന് പ്രധാനമായ ഒരു ചർച്ചയ്ക്കായിട്ട് അവതരിപ്പിക്കുന്നത്. ഇന്ന് തിരുവനന്തപുരത്ത് നടന്ന ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ കണ്ട കാഴ്ചകൾ അനുസരിച്ച് ഒരു 10ഓളം വാർഡുകളിൽ 100-ൽ താഴെയാണ് BJPയുടെ ഭൂരിപക്ഷം. ഒരിടത്ത് 2 വോട്ടിനാണ് വിജയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണോ നിങ്ങൾ ഈ LDF ഇത്രയും കാലമായി തിരുവനന്തപുരം കൊണ്ട് നടക്കുന്നിടത്ത് ഒരു ബദലായി ഒരു വലിയ രീതിയിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് നിങ്ങൾക്കിത് നേടാനായത് എന്നുള്ളത്? ഇതൊരു വലിയ മെച്ചപ്പെട്ട പ്രകടനമായി നിങ്ങൾക്ക് പറയാം. ഞാൻ അതിനെ മോശപ്പെടുത്തുകയല്ല. പക്ഷേ ഇത് ഇത്രയും കാലമായിട്ട് നിങ്ങൾക്ക് ഇതേ പറ്റുന്നുള്ളൂ. ഞങ്ങൾക്ക് വലിയ തെറ്റ് പറ്റിപ്പോയില്ല. ഈ 50 സീറ്റ് എന്നുള്ളത് ഞങ്ങൾ വളരെ വലിയ LDFന്റെയും UDFന്റെയും രാഷ്ട്രീയത്തിനിടയിൽ നിന്നുകൊണ്ട് BJPക്ക് കിട്ടിയ 50 സീറ്റ് ഇനി അങ്ങ് എന്നെ ഞാൻ പറയുന്നതിനിടയിൽ വീണ്ടും ചോദ്യം ചോദിച്ച് ക്ലാരിഫിക്കേഷൻ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് സമയം വേണമെന്ന് യാതൊരു നിർബന്ധവും എനിക്കില്ല. എനിക്ക് ഈ ചർച്ചയിലും പങ്കെടുക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഞാൻ ഇത് 2ാമത്തെ തവണയാണ് ഒരു കാര്യം പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. അങ്ങ് അതിന്റെ ഉപചോദ്യം ചോദിക്കുകയാണ്. ആ ഉപചോദ്യത്തിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ എന്ന് സ്വയം അന്വേഷിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞത് LDFന്റെ ഭരണമുണ്ടായിരുന്ന ഒരു മുനിസിപ്പാലിറ്റി, ഒരു കോർപ്പറേഷൻ, ആ കോർപ്പറേഷനിൽ BJPക്ക് കേവല ഭൂരിപക്ഷത്തിന് 1 സീറ്റേ വേണ്ടൂ. അങ്ങേക്കത് അറിയുന്ന കാര്യമാണ്. ഭരണമുണ്ടായിരുന്ന LDFന് എത്ര സീറ്റ് നഷ്ടപ്പെട്ടു എന്ന് അങ്ങേക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങ് ചോദിക്കുന്നത് അവിടെ BJPയുടെ സ്ഥാനാർത്ഥി ജയിച്ചത് 2 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലല്ലേ, 100-ൽ താഴെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലല്ലേ? ഞാൻ അതുകൊണ്ടാണ് വളരെ ബഹുമാന പുരസ്സരം അങ്ങയോട് ആദ്യം പറഞ്ഞത്. അങ്ങ് കേരളത്തിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകനല്ലേ? ഈ റിസൾട്ടുകൾ വരുമ്പോൾ ഓരോ വോട്ടിന് ജയിക്കുന്നതും ടോസ് നേടി ജയിക്കുന്നതും ഒക്കെ ജയമാണ് എന്നുള്ളത് അറിയാവുന്നയാളല്ലേ? അപ്പൊ അതാണോ നമ്മുടെ ചർച്ചാ വിഷയം? അല്ലല്ലോ. കേരളത്തിൽ നിരക്കെ പരക്കെ കേരളത്തിലെ പഞ്ചായത്തുകളിൽ, കേരളത്തിലെ മുനിസിപ്പാലിറ്റികളിൽ, കേരളത്തിലെ കോർപ്പറേഷനുകളിൽ പൂർണ്ണമായും BJPക്ക് അനുകൂലമായിട്ടുള്ള സീറ്റുകൾ ലഭിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ പതുക്കെ മാറ്റം വരുന്നു എന്നുള്ളത് അങ്ങേപ്പോലുള്ള ആളുകൾ മനസ്സിലാക്കണമെന്ന് ഞാൻ പറയില്ല. അതിനെ തെറ്റായി വ്യാഖ്യാനിക്കരുത് എന്നേ എനിക്ക് പറയാനുള്ളൂ. രണ്ടാമത്തത്, കേരളത്തിലെ എല്ലാ കോർപ്പറേഷനുകളിലും, പ്രത്യേകിച്ച് കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയുന്ന കാര്യങ്ങളാണ്, കേരളത്തിലെ എല്ലാ നഗരപ്രദേശങ്ങളും BJPക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകുന്നു. അത് വലിയ തരത്തിൽ നാളെ BJP കേരളത്തിൽ ഭരണം പിടിക്കും എന്നുള്ളതല്ല. പക്ഷെ കേരളത്തിലെ രാഷ്ട്രീയ ഭൂമികയിൽ എല്ലാം UDFും LDFും എല്ലാ കക്ഷികളും ഒരുമിച്ച് നിന്ന് എതിർക്കുമ്പോഴും ഒറ്റക്ക് നിന്ന് പോരാടാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ ശക്തിയായി, പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്ന വികസനങ്ങൾ മനസ്സിലാക്കുന്ന ജനങ്ങൾ, അവർ പതുക്കെ ആ വികസന രാഷ്ട്രീയത്തിലേക്ക് നടന്നെടുക്കുന്നു എന്നുള്ളതാണ്. അങ്ങ് പറഞ്ഞ തിരുവനന്തപുരത്തിലേക്ക് ഞാൻ ഒരിക്കൽ കൂടി വരാം. അങ്ങനെയാണെങ്കിൽ LDFന്റെ വോട്ടുകൾ നഷ്ടപ്പെട്ടത് എത്രയാണ് എന്നുള്ളത് പരിശോധിക്കപ്പെടണ്ടേ? സീറ്റുകൾ എങ്ങനെ നഷ്ടപ്പെട്ടു എന്നുള്ളത് പരിശോധിക്കപ്പെടണ്ടേ? പ്രമുഖർ എങ്ങനെ പരാജയപ്പെട്ടു എന്ന് പരിശോധിക്കപ്പെടണ്ടേ? ഇപ്പൊ എറണാകുളം അടക്കമുള്ള പല ജില്ലകളിലും, കേരളത്തിലെ പ്രധാനപ്പെട്ട പല ജില്ലകളിലും എങ്ങനെയാണ് ഉണ്ടായിരുന്ന പഞ്ചായത്തുകൾ നഷ്ടപ്പെട്ടത്, ബ്ലോക്ക് പഞ്ചായത്തുകൾ നഷ്ടപ്പെട്ടത്, ജില്ലാ പഞ്ചായത്തുകൾ നഷ്ടപ്പെട്ടത്, വോട്ടിംഗ് പെർസെന്റേജ് എങ്ങനെയാണ് കുറയുന്ന സാഹചര്യം ഉണ്ടായത്? BJPയുടെ വോട്ടിംഗ് പെർസെന്റേജ് ലാല് പരിശോധിച്ചോ? ഞങ്ങളുടേത്
8 വർഷം മുൻപുണ്ടായിരുന്ന 16% നിന്ന് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 20%-ലേക്ക് വളർന്നു. ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 24-25%-ലേക്ക് പൂർണ്ണമായ കണക്കുകൾ വരാനിരിക്കുന്നേ ഉള്ളൂ. ആ തരത്തിലേക്ക് ഞങ്ങളുടെ വോട്ടിംഗ് പെർസെന്റേജ് ഉയർന്നിരിക്കുന്നു. ഞങ്ങൾക്ക് ഒരു മുനിസിപ്പാലിറ്റി നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ മറ്റൊരു മുനിസിപ്പാലിറ്റി ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള പഞ്ചായത്തിന്റെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു. അല്ല, ഇതിൽ രണ്ട് കാര്യങ്ങൾ കൃഷ്ണദാസ്. ഈ പറഞ്ഞ നേരത്തെ CPM-നോട് ചോദിക്കേണ്ട ചോദ്യമൊക്കെ ഞാൻ അവിടെ ചോദിച്ചിട്ടുണ്ട്. അവരത് തിരുത്തും, അന്വേഷിക്കും, പഠിക്കും. അതിനിടയിൽ പറയാനുള്ള ഇപ്പോഴത്തെ കണക്കുകളാണ് അവർ പറഞ്ഞത്. ഇതേ ചോദ്യം തന്നെ നിങ്ങളോടും ചോദിച്ചിട്ടുള്ളൂ. പക്ഷേ നിങ്ങൾ ഈ പറയുന്ന തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പം തന്നെ അങ്ങ് പറഞ്ഞതുപോലെ ഒരു മുനിസിപ്പാലിറ്റി നിങ്ങൾക്ക് പോയിട്ടുണ്ടെന്ന് പറയുമ്പോൾ കേരളത്തിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു മുനിസിപ്പാലിറ്റി പിന്നെ അടുത്ത തവണ കിട്ടുന്നില്ല എന്ന് പറയുന്നത് നിങ്ങളുടെ ഭരണത്തിൻ്റെ ഈ നേരത്തെ പറഞ്ഞതുപോലെയുള്ള മറ്റുള്ളവരിൽ നമ്മൾ ആക്ഷേപിച്ച അതേ പ്രശ്നം നിങ്ങൾക്കുള്ളത് കൊണ്ടാണല്ലോ. നിങ്ങൾക്ക് രണ്ടാമത് ഒന്നുകൂടി തരാൻ പറ്റാത്തൊരു സാഹചര്യം ജനങ്ങൾ കണ്ടുപിടിക്കുകയാണല്ലോ. പുതിയ മുനിസിപ്പാലിറ്റി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, അത് ഞാൻ ഇല്ലയെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് സംഭവിക്കുന്നു എന്നുള്ളത് നിങ്ങളും അംഗീകരിക്കണം. പിന്നെ തിരുവനന്തപുരത്തെക്കുറിച്ച് രണ്ടാമത്തെ കാര്യം അതാണ്. തിരുവനന്തപുരത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രദേശമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. കാസർഗോഡ് പോലെ അല്ലെങ്കിൽ മഞ്ചേശ്വരം പോലെ തിരുവനന്തപുരം, പാലക്കാട് പോലെ ഒക്കെയാണ് അവതരിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. അല്ലെങ്കിൽ അതിനേക്കാൾ മുമ്പിൽ നിൽക്കുന്ന പ്രയോറിറ്റിയുള്ള സ്ഥലമാണ്. അവിടെ ആ കോർപ്പറേഷനിൽ ഇത്തവണ നിങ്ങൾ ഇത്രയും വലിയ പ്രശ്നങ്ങൾ LDF-നുണ്ട് എന്ന് പറയുന്ന സമയത്തും നിങ്ങൾക്ക് അവിടെ ഭരണത്തിലേക്ക് എത്താൻ ഇപ്പോഴും പറ്റിയിട്ടില്ല എന്നുള്ളത്, അത് 50 സീറ്റ് നിങ്ങൾക്ക് കിട്ടിയതിൻ്റെ മേന്മയുണ്ട് സർ, അത് ഞാൻ ഇല്ലയെന്ന് പറഞ്ഞില്ല. പക്ഷേ അങ്ങനെയുള്ളപ്പോഴും തൃശ്ശൂരിൽ സംഭവിച്ച LDF-ന് കഴിഞ്ഞ തവണ സംഭവിച്ച ഒരു പ്രശ്നമുണ്ടല്ലോ. മറ്റാരും വരാതിരിക്കാൻ അവർ അത് ഭരണം LDF-ൻ്റെ കയ്യിലേക്ക് അതിനെ കൊണ്ടുവന്നു, ഒരാളിലേക്ക് അത് കൊണ്ടുവന്ന് മേയറാക്കേണ്ടി വന്നു എന്നുള്ളത്. ഇവിടെ ഇപ്പോൾ നിങ്ങൾ അതേ അവസ്ഥയിലാണ്. നിങ്ങൾ കുറ്റം പറഞ്ഞ ആ അവസ്ഥയിലാണ് ഇവിടെ ഇപ്പോൾ നിങ്ങൾ. BJP കേരളത്തിൽ വളർച്ചയുണ്ടോ വളർച്ചയില്ലയോ, കേരളത്തിൽ മുന്നോട്ട് പോകുന്നുണ്ടോ, ഇതൊക്കെ നമുക്ക് ഡാറ്റ വെച്ച് പരിശോധിക്കാം. വോട്ടിന്റെ എണ്ണത്തിലും സീറ്റുകളുടെ എണ്ണത്തിലുമൊക്കെ. അങ്ങ് പറഞ്ഞ കാര്യങ്ങൾ അങ്ങ് പറയുന്നതിന് മുൻപേ എത്രയോ വർഷങ്ങളായി അതെല്ലാം ഉൾക്കൊണ്ട് കേരളത്തിൽ ഒരു സീറ്റ് പോലും കിട്ടാത്തപ്പോൾ, ഒരു പഞ്ചായത്ത് പോലും ജയിക്കാത്തപ്പോൾ, ഒരു മുനിസിപ്പാലിറ്റിയിൽ ഒരു അംഗം പോലും ഇല്ലാത്തപ്പോൾ, ഒരു കോർപ്പറേഷനിൽ ഒരു അംഗം പോലും ഇല്ലാത്തപ്പോൾ നിരന്തരമായി എത്രയോ വർഷങ്ങളായി നിരവധി പ്രവർത്തകന്മാർ കഠിനാധ്വാനം ചെയ്ത് ആളുകളുടെ വിശ്വാസം നേടിയെടുത്ത് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച് LDF-ന്റെയും UDF-ന്റെയും രാഷ്ട്രീയത്തിന് എതിരായിട്ടുള്ള പ്രവർത്തനം നടത്തി അവരുടെ വിശ്വാസവഞ്ചനകളും ജനവഞ്ചനകളും എല്ലാം തുറന്നു കാണിച്ച്, ഞാനൊന്ന് തിരിച്ചു ചോദിക്കട്ടെ ലാൽ, ഈ കേരളത്തിന്റെ രാഷ്ട്രീയത്തോടൊപ്പം തന്നെ ബംഗാളിന്റെയും ത്രിപുരയുടെയും കൂടി രാഷ്ട്രീയം കൂടി ഒന്ന് ചേർത്ത് വായിച്ചു പോകേണ്ട നല്ലതല്ലേ? ഇവിടെ LDF എവിടെയാണോ റീപ്ലേസ് ചെയ്യപ്പെടുന്നത് അവിടെ BJP കടന്നു വരുന്നില്ലേ സ്വാഭാവികമായും രാഷ്ട്രീയ രംഗത്ത്? ഈ ശ്രീ ലാൽകുമാർ നേരത്തെ അദ്ദേഹത്തിന്റെ തുടക്കത്തിലുള്ള വിശകലനത്തിൽ അദ്ദേഹം പറഞ്ഞത് ഓർമ്മയില്ലേ? അങ്ങ് കേട്ടതല്ലേ? കേരളത്തിൽ BJP-ക്ക് ഉണ്ടാകുന്ന വളർച്ച, അതായത് ആ വളർച്ച വികസനത്തിന് അനുകൂലമായി ഉണ്ടാകുന്ന ഒരു ജനങ്ങളുടെ ചിന്താഗതിയുടെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ്. അല്ല, അത് ലാൽകുമാർ പറഞ്ഞു, ശരിയാണ്. അദ്ദേഹം പറഞ്ഞപ്പോഴും അദ്ദേഹം വിശദീകരിച്ച ചില കാര്യങ്ങൾ കൂടിയുണ്ട് അവിടെ. ഒരു കാര്യം അല്ല, പറയാം, ഒറ്റ കാര്യം, നമ്മൾ അതല്ലല്ലോ ചർച്ച. പൂർത്തിയാക്കട്ടെ. എന്തിനാ ഇത്ര വേവലാതി അല്ല സർ, വേവലാതി അല്ല. അങ്ങനെയാണെങ്കിൽ ഈ സ്പീഡ് പോരാന്നാണ്. BJP-ക്ക് ഈ ഒരു പേസിൽ വന്നാൽ പോരാ. നേമത്ത് കിട്ടി, അടുത്ത തവണ ആയപ്പോൾ നേമത്തുനിന്ന് പോയി. പാലക്കാട് കിട്ടി, അടുത്ത തവണ ആയപ്പോൾ പാലക്കാട് നിന്ന് പോയി. ഇപ്പൊ കിട്ടിയ സ്ഥലത്ത് നിന്ന് അടുത്ത തവണ പോകുമ്പോൾ ഈ ട്രെൻഡ് ആണെങ്കിൽ അങ്ങനെയാണ് സംഭവിക്കുക. ഡോക്ടർ അങ്ങക്ക് അല്ലല്ല, അങ്ങേക്ക് BJP വരണമെന്നില്ല, BJP-ക്ക് സീറ്റുകൾ കിട്ടണമെന്നില്ല, അങ്ങേക്ക് BJP കേരളം ഭരിക്കണമെന്നുള്ള നല്ല ആഗ്രഹമുണ്ട് എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ അങ്ങയുടെ അത്രയും സ്പീഡിൽ അങ്ങയുടെ വിശ്വാസത്തിൽ 2026-ൽ BJP കേരളം ഭരിക്കണമെന്നല്ല. അത് വരുന്നത് ഞങ്ങൾ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്ന കാര്യമാണ്. അങ്ങയുടെ ആഗ്രഹം പോലെ, അങ്ങയുടെ വിശ്വാസം പോലെ അത് ശക്തമായ രീതിയിൽ ഞാൻ കണ്ടെത്തിയ നിരീക്ഷണം അനുസരിച്ചാണെങ്കിൽ 2026-ൽ നിങ്ങൾക്ക് കിട്ടിയാൽ 2031-ൽ അത് പോവും. നിങ്ങളുടെ അനുഭവം വെച്ച്, മറ്റുള്ള സ്ഥലത്തെ അനുഭവം അനുസരിച്ച് 31-ൽ പോവും നിങ്ങൾ. പോയിക്കോട്ടെ. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് 2026-ൽ ഞങ്ങൾക്ക് ഭരണം കിട്ടണമെന്നില്ല. അങ്ങയുടെ പ്രാർത്ഥനക്ക് എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു. 2031-ൽ അത് നഷ്ടപ്പെട്ടാൽ 2036-ൽ ഞങ്ങൾ അത് തിരിച്ചു പിടിക്കും. ഒരു സംശയമാക്കാര്യത്തിനായിട്ടില്ല. ശരി, ഞാൻ ഒന്ന് ലാൽകുമാറിലേക്ക് ഒന്ന് 2 മിനിറ്റ് പോയിട്ട് VPP മുസ്തഫയിലേക്ക് ഒന്ന് പോകണം. ലാൽകുമാർ, ഇപ്പോൾ കൃഷ്ണദാസ് പറഞ്ഞ കാര്യവും റോണി കെ ബേബി പറഞ്ഞ അവരുടെ പ്രചരണം ജനങ്ങൾ കേട്ടതിൻ്റെയൊക്കെ സൂചനയാണ് ഈ ഫലം എന്നൊക്കെ പറഞ്ഞതിനോട് ഒരു പ്രതികരണം.
അല്ല, ഇതിനകത്ത് കൃഷ്ണദാസ് ചേട്ടൻ പറഞ്ഞതിനകത്ത് ഒരു ചെറിയ പ്രശ്നം. ഞാൻ BJPയുടെ വളർച്ച ഉണ്ടെന്ന് വ്യക്തമായി പറഞ്ഞു. അതിനകത്ത് എനിക്കൊരു സംശയമില്ല. കാര്യം നമ്മുടെ കൺമുന്നിൽ നിൽക്കുന്നൊരു കാര്യമാണ്. പക്ഷേ അത് വികസനത്തിൻ്റെ രാഷ്ട്രീയം പറയുന്നതുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞില്ല, അത് അദ്ദേഹം പറഞ്ഞതാണ്. അത് ഞാൻ പറഞ്ഞത് വർഗീയതയും അല്ലെങ്കിൽ ഈ പറയുന്ന കൃത്യമായി UDF കളിക്കുന്ന വർഗീയതയ്ക്ക് ഓപ്പോസിറ്റായിട്ടുള്ള പോളറൈസേഷൻ സംഭവിക്കുന്നത് സാഡ്ലി അത് BJPക്ക് അനുകൂലമായി വരുന്നത് കൊണ്ടാണ് തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാകുന്നത്. അതാ ഞാൻ പറഞ്ഞ തിരുവനന്തപുരം മലപ്പുറം ഇക്വേഷൻ നോക്കണം എന്ന് ഞാൻ പറഞ്ഞത്. മലപ്പുറത്ത് മുസ്ലിം ലീഗോ അല്ലെങ്കിൽ UDFോ തൂത്തുവായിരുന്നു. മലപ്പുറം എന്ന് പറയുന്ന നോക്കൂ, ഈ സംസ്ഥാനത്തെ ഒരു ജില്ലയിൽ CPIMന് ജില്ലാ തലത്തിൽ സീറ്റ് കിട്ടാത്ത സാഹചര്യം വരുന്നു. അത് അത്രത്തോളം പുറത്താക്കണം എന്ന് ആ സമൂഹം ചിന്തിക്കുന്നതിന് കാര്യം എന്താണ്? മറ്റൊരിടത്തും ഇല്ലാത്തത്. അപ്പോൾ അവിടെ നടന്നിരിക്കുന്ന ഒരു വ്യക്തമായ പോളറൈസേഷനാണ്. ആ പോളറൈസേഷൻ്റെ റിവേഴ്സ് പോളറൈസേഷൻ തിരുവനന്തപുരത്ത് നടന്നിട്ടുണ്ട് എന്ന രാഷ്ട്രീയ ബോധ്യം എനിക്കുണ്ട്. അത് വികസനത്തിനെ അടിസ്ഥാനപ്പെടുത്തിയൊന്നും അല്ല. പിന്നെ താങ്കൾ ബാക്കിയുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചു. നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞു വന്ന വിഷയം, നമുക്ക് നമ്മുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ പോലും കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രതിഫലനത്തിൻ്റെ പ്രശ്നം അത് അപകടകരമായ രീതിയിലേക്ക് സംസ്ഥാനത്തെ വർഗീയ രാഷ്ട്രീയത്തെ കൊണ്ടുവന്നു എന്ന് മുഖ്യമന്ത്രി ഇന്ന് പരാമർശിച്ചിട്ടുണ്ട്. അത് നോക്കിക്കാണേണ്ടതായിട്ടുണ്ട്. അതിനെ ഈ പറയുന്ന രീതിയിൽ നമ്മൾ ഈ പറയുന്ന രീതിയിൽ എതിർത്താൽ പോരാ, ഇതിലും ശക്തമായി ഇഫക്റ്റീവ് ടൂൾസ് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ വാദം. അത് വളരെ പ്രസക്തി. നോക്കൂ, ഇതിനെ പുറകോട്ട് വലിക്കാൻ പറ്റുന്ന ശക്തിയുള്ള സംഘടന എന്ന് പറയുന്നത് CPM ആണ്. റോഡിലിറങ്ങി പണിയെടുക്കാനുള്ള ആൾക്കാരുള്ളത് സംഘടന CPM ആണ്. സാധാരണ മനുഷ്യരേക്ക് ഇപ്പം കോൺഗ്രസിന് അങ്ങനത്തെ ശക്തിയുള്ള സംഘടനയില്ല. കോൺഗ്രസിനൊരു അതിവൈകാരികതയുടെ ഒരു എലമെൻറ്റിൽ കിട്ടുന്ന ഒരു വോട്ടിൻ്റെ ഷെയർ മാത്രമാണത്. അല്ലാതെ ഓരോ വീടുകളിലേക്കും കയറി ചെല്ലാനുള്ള സംഘടനാ സംവിധാനം ഈ പറയുന്ന കോൺഗ്രസിനില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ, വർഗീയമായി കളിക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ എടുക്കേണ്ട അധിക ബാധ്യതയിൽ നേതൃത്വം വ്യക്തമായി നമ്മുടെ അധിക ബാധ്യത ഏത് ഡയറക്ഷനിൽ എങ്ങനെ ഇവരിലേക്ക് എത്താമെന്ന് എടുക്കണം. അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും, ഈ സംസ്ഥാനത്തിന് ബുദ്ധിമുട്ടുണ്ടാവും. ശരി, എനിക്കൊരു 3 മിനിറ്റ് ഒരു ഇടവേളയിലേക്ക് പോകണം ഡോക്ടർ VPP. അതുകൊണ്ട് പെട്ടെന്ന് ഈ പറഞ്ഞ റോണി കെ ബേബി പറഞ്ഞ അവരുടെ പ്രതീക്ഷ 2026 2026 തന്നെയാണ് പി കൃഷ്ണദാസും ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തിയത്. ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറുപടി. ഓരോ പ്രവണതയാണ്. അത് ചെറിയ ഹ്രസ്വമായ കാലയളവിൽ പോലും വളരെ വ്യത്യസ്തമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് വിധികൾ കൊണ്ട് അത്ഭുതപ്പെടുത്തിയിട്ടുള്ളതാണ് കേരളത്തിലെ വോട്ടർമാർ. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു മുൻതൂക്കം സീറ്റുകളുടെ എണ്ണത്തിലും മറ്റും UDF ഉണ്ടായിട്ടുണ്ട്. BJPക്ക് കുറച്ച് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഇതെല്ലാം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതുപോലെ തന്നെ ആവർത്തിക്കും എന്ന് വിശ്വസിക്കുന്നത് കേരളത്തിലെ രാഷ്ട്രീയ പ്രവണത നോക്കുന്നവർക്ക് ബോധ്യപ്പെടുന്ന ഒന്നല്ല. അപ്പൊ അതുകൊണ്ടാണ് ആ കാര്യങ്ങൾ ഞങ്ങളത് പറയുന്നത്. എന്നാൽ വളരെ ഗൗരവമായിട്ട് കാണേണ്ടതുണ്ട്. അത് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ വർഗീയ ശക്തികളുടെ ഇടപെടലാണ്. ഒരുപക്ഷെ 59 വിമോചന സമര കാലത്തിനു ശേഷം 80കളിൽ NDP SRP എന്നൊക്കെ പറഞ്ഞിട്ട് സാമുദായിക പാർട്ടികൾ രൂപീകരിച്ചിട്ട് അന്ന് K കരുണാകരന്റെ നേതൃത്വത്തിൽ UDF നടത്തിയ ഒരു ഇടപെടൽ, അതിനുശേഷം വളരെ തീവ്രമായിട്ട് കേരളത്തിൽ വർഗീയ ശക്തികൾ രണ്ടു കൂട്ടരുടെയും, ഒരു ഭാഗത്ത് BJPയുടെയും മറ്റൊരു ഭാഗത്ത് UDFന്റെയും ഭാഗത്ത് നിന്നുകൊണ്ട് ലാൽ ഇവിടെ ആവർത്തിച്ച് സൂചിപ്പിച്ചതുപോലെ ഒരു കമ്മ്യൂണൽ പോളറൈസേഷൻ അത് കേരളം പോലെ ഒരു സമൂഹത്തിന് എങ്ങനെ നടക്കുന്നു, സംഭവിക്കുന്നു എന്നുള്ളത് കാണേണ്ടതാണ്. അത് നമ്മൾ ഒറ്റപ്പെട്ട ഒന്നായിട്ട് കാണണ്ട. കേരളം എന്ന് പറയുന്നത് ഒരു പ്രത്യേക തുരുത്തല്ലല്ലോ. ഇപ്പൊ ലോകത്താകെ കൺസർവേറ്റിസത്തിന് വരുന്ന ഒരു മേൽക്കൈയുണ്ട്. എങ്ങനെയാണ് അമേരിക്കയിൽ ട്രംപ് ജയിക്കുന്നത്, എങ്ങനെയാണ് മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിൽ പലതിലും പഴയ ഫാഷിസ്റ്റുകളുടെ പിന്തുടർച്ചയിലുള്ള നിയോ ഫാഷിസ്റ്റ് ശക്തികൾ വരുന്നത്, ഇത് നമ്മൾ കാണുകയാണ്. എന്നാൽ ഈ പാറ്റേണിൽ മാത്രമല്ലല്ലോ ലാലെ ലോകം പോകുന്നത്. ട്രംപിസം അദ്ദേഹത്തിന്റെ ഈ ഫാഷിസ്റ്റ് പ്രവണത നിൽക്കുമ്പോഴും ന്യൂയോർക്കിലെ മേയർ തെരഞ്ഞെടുപ്പ് നമ്മുടെ മുന്നിലുണ്ട്. ന്യൂയോർക്കിലെ മേയർ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തൻ എന്ന് ട്രംപ് ആക്ഷേപിച്ച ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള സൊഹ്റാൻ മംദാനി ആ ന്യൂയോർക്ക് മേയറായിട്ട് ജയിച്ചു വന്നു. അത് എനിക്ക് അഡ്വക്കേറ്റ് കൃഷ്ണദാസിനോടും പറയാനുള്ളതാണ്. നിങ്ങളിങ്ങനെ ബംഗാൾ പോയില്ലേ, ത്രിപുര പോയില്ലേ എന്നൊക്കെ പറഞ്ഞ് ഇടതുപക്ഷത്തിന്റെ ഭാവിയെ അടക്കുമ്പോൾ ലോകം ഒരു സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടുള്ളവൻ എന്ന് വിലയിരുത്തുന്നയാളാണ് ഇപ്പോ ലോകത്തിലെ ഏറ്റവും വലിയ പട്ടണത്തിന്റെ മേയറായിട്ട് വന്നിരിക്കുന്നത്. ശരി, പ്രൊഫസർ റോണി കെ ബേബി, നോക്കൂ, ഈ പരസ്യവും രഹസ്യവുമായ നീക്കുപോക്കുകൾ BJPയുമായി UDF ഉണ്ടാക്കി എന്ന് നേരത്തെ തന്നെ CPM പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ
ഇവിടെ ഡോക്ടർ VPP ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങളുണ്ട്. തിരുവനന്തപുരത്തെ കാര്യം നോക്കുക. തിരുവനന്തപുരത്ത് വളരെ കർശനമായി LDFനെ തടയിട്ടുകൊണ്ട് LDFൻ്റെ വോട്ടുകൾ ഒക്കെ സ്പ്ലിറ്റാക്കാൻ ശ്രമിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ BJPക്ക് ഗുണകരമാകുന്ന രീതിയിലേക്ക് വോട്ടുകൾ കരസ്ഥമാക്കി ഉണ്ടാക്കിയ ഒരവസ്ഥ എന്നുള്ളത് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒന്നത്. രണ്ടാമത് തിരുവനന്തപുരത്തെ MP ഉണ്ടല്ലോ, തിരുവനന്തപുരത്ത് കോൺഗ്രസിൻ്റെ MP. ഇത് അല്പം മുമ്പ് ഫേസ്ബുക്കിൽ അദ്ദേഹം ഇട്ടിരിക്കുന്നത് BJP അനുമോദിച്ചുകൊണ്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊക്കെ നേരത്തെ പറഞ്ഞ കണക്കിൽ വരുമോ, ഈ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഉള്ള വർഗീയ സംഘടനകൾക്കുള്ള സഹായം? കേരളത്തിലെ ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും CPM കാണിക്കുന്ന ഒരു പ്രവണതയുണ്ട്. LDF ജയിച്ചാൽ അത് പുരോഗമനപരം, വികസനത്തിനുള്ള വോട്ട്. UDF ജയിച്ചാൽ അത് വർഗീയ രാഷ്ട്രീയം, പ്രതികരണ രാഷ്ട്രീയം. ഇങ്ങനെ വെറുതെ ഈ ഇത്രമാത്രം ഒരു വലിയ വിജയം UDF നൽകിയ കേരളത്തിലെ ജനങ്ങളെ ജാതിയുടെ മതത്തിന്റെ ഒക്കെ കളത്തിലും കോളത്തിലും ഒക്കെ ഒതുക്കിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ ആ ക്രെഡിറ്റിനെ ഇല്ലാതാക്കാൻ വേണ്ടി CPM ശ്രമിച്ചാലും അത് കേരളത്തിലെ ജനങ്ങൾ പുച്ഛത്തോടെ കാണത്തുള്ളൂ. ഇവിടെ പറഞ്ഞല്ലോ, ഏതാണ്ട് വലിയ മലപ്പുറത്ത് വലിയ ധ്രുവീകരണം ഉണ്ടായി, അല്ലെ അവിടെ വലിയ ധ്രുവീകരണം ഉണ്ടായി. ഒറ്റ കഴിഞ്ഞില്ലേ, കോട്ടയത്തെ പാലാ മുനിസിപ്പാലിറ്റി, അവിടെ എത്ര ജമാഅത്തെ ഇസ്ലാമിക്കാരുണ്ട് അവിടെ. എന്നിട്ട് UDF ആധികാരികമായിട്ട് ജയിച്ചല്ലോ. ചരിത്രത്തിൽ ആദ്യമായിട്ട് കോട്ടയം ജില്ല ഉൾപ്പെടെ, ഇടുക്കി ജില്ല ഉൾപ്പെടെ, പത്തനംതിട്ട ജില്ല ഉൾപ്പെടെ പിടിച്ചത് എത്ര പഞ്ചായത്തുകളുണ്ട്. അവിടെയൊക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് കൊണ്ടാണ് ഞങ്ങൾ പിടിച്ചെടുത്തത്. അപ്പോൾ ഒരു പറയുമ്പോൾ ഇങ്ങനെ കേരളത്തിലെ ജനങ്ങളെ അപമാനിക്കുന്നത്, ഇത് എന്താണ് യാഥാർത്ഥ്യ ബോധത്തോടെ കാര്യങ്ങളെ കാണണം. കാരണം എന്താ, ഇത് ഇന്ന് കേരളം ഭരിക്കുന്ന സർക്കാരിനെതിരെ ജനങ്ങൾ നൽകിയ കനത്ത തിരിച്ചടിയാണ്. അപ്പോൾ ജനങ്ങളെ മാത്രം നിങ്ങളെ വെറുക്കുന്നു, ഇടതുപക്ഷത്തെ വെറുക്കുന്നു, CPMനെ വെറുക്കുന്നു. ആ യാഥാർത്ഥ്യം തിരിച്ചറിയും. ശരി, അഡ്വക്കേറ്റ് കൃഷ്ണദാസ്, താങ്കൾക്കുള്ള ഒരു മിനിറ്റിൽ ഈ പറഞ്ഞ നിങ്ങളുടെ LDFനോടുള്ള സമീപനത്തിൻ്റെ ഭാഗമായി ഈ പറയുന്ന രീതിയിൽ ഒരു ഫലം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ഇനി 2026 നിങ്ങൾ ഇതേ രീതിയിൽ തന്നെ പോവുകയാണെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ഈ പറഞ്ഞ UDFൻ്റെ ഒരു തരത്തിലുള്ള പെർഫോമൻസ് ആയിരിക്കുമല്ലോ. ആ പെർഫോമൻസിൽ ആർക്കാണ് കൂടുതൽ ഗുണമുണ്ടാകുക എന്നുള്ളത് നേരത്തെ VPP ഒക്കെ പറഞ്ഞതുപോലെയുള്ള ഒരു വർഗീയ സംഘടനകളുടെ കൂട്ടിലൂടെ ഉണ്ടാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് ആയിരിക്കും എന്നാണ് അവരൊക്കെ പറയുന്നത്. നിങ്ങളാണ് അപ്പോൾ അതിൻ്റെ ഉത്തരവാദി അങ്ങനെയാണെങ്കിൽ ഒരു തരത്തിൽ. ഈ അമേരിക്കയിലെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ആര് ജയിച്ചു എന്നുള്ളത് എൻ്റെ വിഷയമല്ല. എന്തായാലും സെക്രട്ടേറിയറ്റ് ഇരിക്കുന്ന തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട നഗരം, എല്ലാ സർക്കാർ ഓഫീസുകളും ഇരിക്കുന്ന, നിയമസഭ ഇരിക്കുന്ന, അതോടൊപ്പം തന്നെ AKG സെന്റർ ഇരിക്കുന്ന, എല്ലാ പാർട്ടികളുടെയും ഹെഡ്ക്വാർട്ടേഴ്സ് ഇരിക്കുന്ന ഒരു നഗരം, അത് BJPക്ക് വലിയ രാഷ്ട്രീയ ശക്തി നൽകിയിരിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പിന്നെ അങ്ങ് ചോദിച്ചൊരു പ്രധാനപ്പെട്ട വിഷയം, ഈ കേരളത്തിൽ BJPക്ക് വളർച്ച ഉണ്ടാകുമ്പോൾ എല്ലാ വർഗീയ ശക്തികളും ശക്തമായിരിക്കുന്നു കേരളത്തിൽ എന്ന് പറയുന്നവരോട് ഒരു കാര്യം തിരിച്ചൊന്ന് ആലോചിച്ചാൽ നല്ലതാണ്. BJP വർഗീയ ശക്തിയാണ്, ആയിക്കോട്ടെ. ബാക്കി വർഗീയ ശക്തികളെല്ലാം എവിടെ, ആരുടെ കൂടെ നിൽക്കുന്നത്? INL ആരുടെ കൂടെ, ജമാഅത്തെ ഇസ്ലാമി ആരുടെ കൂടെ, SDPI ആരുടെ കൂടെ, PDP ആരുടെ കൂടെ? ഇവരെല്ലാം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ LDFന്റെയും UDFന്റെയും വിജയത്തിൽ എന്തൊക്കെ സംഭാവനകളാണ് ചെയ്തിട്ടുള്ളത്? അതൊന്ന് പരിശോധിക്കണം. മൊത്തം കുളിരിലാണ് BJP. അപ്പോഴാണ് അപ്പുറത്ത് ഇത് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി, ഈ പറഞ്ഞ മാരാർജി ഭവൻ ഇരിക്കുന്നിടത്തെ റിസൾട്ടും കൂടി ഒന്ന് പരിശോധിക്കണേ ഡോക്ടർ VPP. ഇതിനുള്ള മറുപടി മാരാർജി ഭവൻ ഇരിക്കുന്ന സ്ഥലമല്ലല്ലോ, തിരുവനന്തപുരം നഗരമല്ലേ ശരി ഡോക്ടർ VPP. ആ നഗരം ഞങ്ങളുടെ കയ്യിലല്ലേ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞതാണ്, അദ്ദേഹം പറഞ്ഞതിനെ കുറിച്ചാണ്. ലാലെ നോക്കേണ്ടത് ഈ വർഗീയ ശക്തികളെ, ന്യൂനപക്ഷ വർഗീയതയെയും ഭൂരിപക്ഷ വർഗീയതയെയും തരാതരം പോലെ UDFും BJPയും ഉപയോഗപ്പെടുത്തുന്നു. ഇപ്പോ കൃഷ്ണദാസ് വക്കീൽ പറഞ്ഞതുപോലെ തിരുവനന്തപുരം നഗരത്തിന്റെ മഹിമയാണ് പറയുന്നതെങ്കിൽ ശബരിമലയെ കുറിച്ചാണ് അവരുടെ ക്യാമ്പയിൻ മുഴുവൻ ഉണ്ടായത്. ആ ശബരിമല നിൽക്കുന്ന പ്രദേശം ഇടതുപക്ഷമാണ് ഭരിക്കുന്നത്, അവിടെ ജയിച്ചിരിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രം നിൽക്കുന്ന കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ഇടതുപക്ഷത്തെയാണ് ജയിപ്പിച്ചിട്ടുള്ളത്. പൊന്നാനിയിലെ പുരാതനമായ മസ്ജിദ് നിൽക്കുന്ന ആ നഗരസഭയിൽ ഇടതുപക്ഷത്തെയാണ് വിജയിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇവര് രണ്ടു കൂട്ടരും മതത്തെയും ചിഹ്നത്തെയും വർഗീയമായിട്ട് ഉപയോഗിക്കും. എന്നാൽ ഈ കേരളത്തിലെ യഥാർത്ഥ മതനിരപേക്ഷ ദേവാലയങ്ങൾ നിൽക്കുന്ന ശബരിമലയിലും ഗുരുവായൂരിലും പൊന്നാനിയിലുമെല്ലാം ഇടതുപക്ഷമാണ് വിജയിച്ചിട്ടുള്ളത് എന്നുള്ളത് വലിയ നിലയിൽ ഇടതുപക്ഷത്തിന് പ്രതീക്ഷ. ശരി, അഡ്വക്കേറ്റ് ലാൽകുമാർ, അവസാനത്തെ ഒരു 30 സെക്കൻഡ് ആണ് താങ്കൾക്കുള്ളത്. 2026 മെയ് മാസത്തിൽ ഈ റിസൾട്ട് പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് താങ്കൾ എന്ത് മറുപടി കൊടുക്കും? അവസാനമായി. അല്ല, അവർ പ്രതീക്ഷിച്ചിരുന്നോട്ടെ. നോക്കൂ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു സെറ്റ് ബാക്ക് ഉണ്ടാക്കിയിരിക്കുന്നു. ആ സെറ്റ് ബാക്ക് നമ്മൾ തിരിച്ചെടുക്കുക, നമുക്കുണ്ടായ സെറ്റ് ബാക്ക് പരിഹരിച്ച് മുന്നോട്ട് നീങ്ങുക എന്നുള്ളതാണ് ഏതൊരു പ്രസ്ഥാനവും മുന്നോട്ട് ചിന്തിക്കുക.
റോണി കെ ബേബി പറഞ്ഞ പോലെ 35% വോട്ട് ഏത് രാത്രിയിൽ മത്സരിച്ചാലും കിട്ടുന്ന ഒരു പ്രസ്ഥാനത്തിന് തിരിച്ചുവരവ് അത്ര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമൊന്നുമില്ല. ഇതൊരു സെറ്റ് ബാക്കാണ്. ആ സെറ്റ് ബാക്ക് സ്ട്രക്ചറലിയും അല്ലെങ്കിൽ പൊളിറ്റിക്കലിയും ഒക്കെ നമ്മൾ പരിഹരിക്കേണ്ടതാണ്. അത് പരിഹരിക്കപ്പെടാനുള്ള ശക്തി ഇപ്പോൾ CPM ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. അതിന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ വലിയ വ്യത്യാസം ഉണ്ടാകുന്ന രീതിയിൽ കാണുമെന്ന് ഞാൻ കണ്ടു. ശരി, എന്തായാലും സമയത്തിൻ്റെ പരിമിതി കൊണ്ടാണ് ഇടപെടുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ഫലം കണ്ട് ഇനി അങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പുകളെല്ലാം ഇത് തന്നെയാണ് ആവർത്തിക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ ഒരു ഇരട്ടത്താപ്പുണ്ട്. ഈ വിശ്വസിച്ച ജനങ്ങളെയൊക്കെ വല്ലാതെ അങ്ങ് അവിശ്വസിക്കുന്നതിന് തുല്യമാണത്. ജനങ്ങൾക്കറിയാം ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ എന്താണ് വോട്ട് ചെയ്തത് എന്നുള്ളത്. നാളെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ ഇത് തന്നെ അവരങ്ങ് കുത്തിക്കോളും എന്ന് ചരിത്രം തന്നെ ഒരിടത്തും പറയുന്നുമില്ല. അതുകൊണ്ട് ഇനിയും 4-5 മാസങ്ങൾക്കപ്പുറം നിൽക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഒഴുകിപ്പോകാനും അതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടക്കാനുമുണ്ട്. അത് എല്ലാവരും ഓർത്തിരുന്നാൽ നല്ലത്. ജനമാണ് രാജാവ്. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ VPP, റോണി കെ ബേബി, കൃഷ്ണദാസ്, ലാൽകുമാർ, എല്ലാവർക്കും നന്ദി.